ഉണ്ടോ എന്നറിയാം. ചിലവരൊക്കെ നമ്മുടെ ഓണാക്കി വെച്ചിട്ട് എല്ലാവരും വേറെ വേറെ കാര്യങ്ങൾക്ക് പോയേക്കാണെന്നാണ് അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്നത്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ആ ചോദിക്കുമ്പോ ആദ്യം ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാ. സുഖാണോന്നോ അല്ലെങ്കിൽ വായിച്ചു നോക്കിയോന്നോ എന്നൊക്കെ ചോദിക്കുമ്പോ ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാട്ട മറുപടി. അപ്പൊ നിങ്ങൾ അവിടെ കുറച്ചു പേരെങ്കിലും ഓഡിയൻസ് ഉണ്ട് അല്ലെങ്കിൽ നമ്മളെ കേൾക്കുന്നവരുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ മെഡിക്കൽ ഇൻഷുറൻസ് അതാണ് അടുത്ത ചാപ്റ്റർ നമ്മൾ തുടങ്ങി മീൻസ് ഞാൻ ജസ്റ്റ് ഒന്ന് വെറുതെ ഇൻട്രൊഡ്യൂസ് ചെയ്തോളാം. മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. നിങ്ങൾ അതൊന്ന് എടുത്ത് PDF ഒക്കെ എടുത്തിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത്. റെഡി ആണോ എല്ലാവരും? ഞാൻ ഓൾമ്യൂട്ട് കൊടുക്കാണ്, ബിക്കോസ് ആരും സംസാരിക്കുന്നില്ല. സോ മ്യൂട്ട് തന്നെ ഇരിക്കട്ടെ. ഓക്കെ, റെഡിയാണ്. സോ എന്താണ് മെഡിക്കൽ ഇൻഷുറൻസ്? നമ്മൾ ഇൻഷുറൻസുകളെ കുറിച്ചിട്ടൊക്കെ ഒരുപാട് കേൾക്കും. നമ്മൾ സ്വന്തമായിട്ട് നമുക്ക് ഇൻഷുറൻസ് ഉള്ളവരും ഒക്കെ ഉണ്ടായിരിക്കും. പല രീതിയിലുള്ള ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ്, നമ്മളുടെ പ്രോപ്പർട്ടീസിനെ നമ്മൾ ഇൻഷുർ ചെയ്യാറുണ്ട് അല്ലെ. നമ്മുടെ വെഹിക്കിൾസ്, നമ്മൾ ഉപയോഗിക്കുന്ന വെഹിക്കിൾസ് നമ്മൾ ഇൻഷുർ ചെയ്യാറുണ്ട്. ഒത്തിരി ഇന്ന് ഇൻഷുറൻസ് എല്ലാത്തിനും എടുക്കും. കാരണം വി ആർ നോട്ട് എന്താ പറയാ, നമുക്ക് ഒരു എന്താണ് ഇനി നെക്സ്റ്റ് ഫ്യൂച്ചറിൽ നടക്കുക എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് യാതൊരു തരത്തിലുള്ള സർട്ടനിറ്റിയും ഇല്ല. വി ആർ നോട്ട് സർട്ടൻ അബൌട്ട് അവർ ഫ്യൂച്ചർ. അപ്പൊ നമ്മളുടെ ഫ്യൂച്ചറിൽ തൊട്ടടുത്ത നിമിഷം എന്തുണ്ടാകും എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് സർട്ടനിറ്റി ഇല്ല. അപ്പൊ സർട്ടനിറ്റി ഇല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് ഇൻഷുറൻസ് എന്ന് പറയുന്നതിന്റെ സാധ്യതകളൊക്കെ വരുന്നത്. ബിക്കോസ് നമ്മളുടെ പ്രോപ്പർട്ടീസിന് എന്ത് സംഭവിക്കും, നമ്മളുടെ ലൈഫിന് എന്ത് സംഭവിക്കും, അങ്ങനെയൊക്കെ. അപ്പൊ ഇതൊരു ശരിക്കും പറഞ്ഞ ഇത്തരം അൺസർട്ടനിറ്റീനെ നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾക്ക് അതിനെ ഇൻഡെമിനിഫൈ ചെയ്യാൻ, നമുക്ക് മുന്നിലുണ്ടാകുന്ന പല അപകടങ്ങള്, നഷ്ടങ്ങള്, അതുപോലെയുള്ള കാര്യങ്ങളെയൊക്കെ ഇൻഡെമിനിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന ഒരു കാര്യമാണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. നമുക്കറിയാം, കോമൺലി അതാണ് ഇൻഷുറൻസ്. നമുക്കിവിടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കുന്നത് കൊണ്ട് ഹോസ്പിറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള മെഡിക്കൽ ഇൻഷുറൻസ് മാത്രമേ നമുക്ക് ഇവിടെ ആവശ്യമുള്ളൂ അല്ലെ. അപ്പൊ മെഡിക്കൽ ഇൻഷുറൻസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഹെൽത്തിന്റെ ഇഷ്യൂസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ ഇൻഷുർ ചെയ്യുന്നത്. അഗെയിൻസ്റ്റ് ആക്സിഡൻസ് ഓർ അഗെയിൻസ്റ്റ് ഡിസീസസ്. നമുക്ക് നമ്മുടെ എന്താ പറയാ വാഹനങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഓടിച്ചുകൊണ്ട് നടക്കുന്നവരാണ്. നമ്മൾ ഓടിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. മറ്റ് ആരെങ്കിലും ഓടിച്ച് ഇങ്ങോട്ട് വന്ന് കയറിയാലും മതി. അപ്പോ അങ്ങനെ വരുമ്പോ നമ്മളുടെ എന്താ പറയാ ആക്സിഡൻസിനും നമുക്ക് ഇന്നാണെങ്കിൽ ഒരുപാട് രോഗങ്ങളും ഒക്കെ മനുഷ്യനെ പിടികൂടുന്നുണ്ട്. അത്തരം ചില രോഗങ്ങളൊക്കെ ഭയങ്കരമായിട്ട് നമ്മളെ പിടികൂടിയാൽ നമ്മളുടെ ഉള്ള പ്രോപ്പർട്ടീസും നമുക്ക് ഉണ്ടാകുന്ന നമ്മുടെ ഇൻകം ലോസ്, അതായത് നമ്മുടെ വരുമാനത്തിൽ ഉണ്ടാകുന്ന കുറവുകളൊക്കെ ഒത്തിരി നമ്മൾ സഫർ ചെയ്യേണ്ടി വരും. സോ അതിനെയൊക്കെ നമ്മൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനെയൊക്കെ ലഘൂകരിക്കാൻ അല്ലെ, അത്തരം ലോസിനെയൊക്കെ നമ്മൾ കുറച്ച് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ഒരു സംഭവമാണ് ഇൻഷുറൻസ്. ദാറ്റ് മീൻസ് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ മെഡിക്കൽ എക്സ്പെൻസസ് മെറ്റ് which is caused to our diseases or accidents. തീർച്ചയായിട്ടും പല രോഗങ്ങളും പലതരത്തിലുള്ള ആക്സിഡൻസിനെയും നമുക്ക് ഇൻഡിമിനിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ എടുക്കുന്ന അല്ലെങ്കിൽ അതിന് തരുന്ന മെഡിക്കൽ എക്സ്പെൻസസ്, അത്തരം സാഹചര്യങ്ങൾ നമുക്കുണ്ടാകുന്ന എന്താ പറയാ ഹോസ്പിറ്റൽസിലെ ചെലവുകളൊക്കെ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഇതിനകത്ത് ആ ഓരോ കുഞ്ഞു മെയിൻ ഹെഡിങ് ആയിട്ട് ഇങ്ങനെ കൊടുത്തിട്ടില്ലേ, അതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. എക്സാമ്പിൾ ഹെൽത്ത് ഇൻഷുറൻസ്, ഇൻഷുർഡ്, ഇൻഷുറർ, ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി, ക്ലെയിം, ഫസ്റ്റ് പാർട്ടി ക്ലെയിം, തേർഡ് പാർട്ടി ക്ലെയിം, എക്സ്ക്ലൂഷൻ, പിന്നെന്താ മെഡിക്ലെയിം ഇൻഷുറൻസ്. അങ്ങനെ ഒരു 5-6 ഹെഡുകൾ ഇവിടെ കാണുന്നുണ്ട്. ക്ലെയിം തന്നെ 2ആയിട്ട് തരംതിരിച്ചതാണ്, അതുകൊണ്ടാണ് 5 എന്ന് പറഞ്ഞത്. അപ്പൊ അത്രയും ഹെഡ്സ് എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. സോ അത് അവിടെ തുടങ്ങി. ആ ബിഗിനിങ് ഓഫ് ദ ഹെൽത്ത് ഇൻഷുറൻസ് തുടങ്ങി നമ്മുടെ മെഡിക്ലെയിം ഇൻഷുറൻസ് വരെയുള്ള ഭാഗം ഒന്ന് ബ്രാക്കറ്റ് ഇടുക, അണ്ടർലൈൻ ചെയ്യുക, വാട്ടവർ നിങ്ങൾക്ക് അത് ചെയ്യാം. ബിക്കോസ് അതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. പല രീതിയിൽ അത് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഹെൽത്ത് ഇൻഷുറൻസ്. മെഡിക്കൽ എക്സ്പെൻസസ് മീറ്റ് ചെയ്യുന്നതാണ്. എന്തിനു വേണ്ടിയിട്ടുള്ളത്? ഡിസീസസ് ഓർ ആക്സിഡൻസ്, നമുക്കുണ്ടാകുന്ന രോഗങ്ങൾക്കും അതുപോലെ തന്നെ അപകടങ്ങൾക്കും ഒക്കെ നമ്മളുടെ ഹെൽത്തിനെ നമ്മൾ ഇൻഷുർ ചെയ്തിട്ട് അതിന്റെ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഹെൽത്ത് ഇൻഷുറൻസ്. അപ്പോ അതില് നമുക്കറിയാം ഇൻഷുറൻസ് എഗ്രിമെന്റ് ഈസ് റിട്ടൺ. ഒരു ഇൻഷുറൻസ് എഗ്രിമെന്റ് ഏറ്റെടുക്കുമ്പോൾ അപ്പൊ അവിടെ there are 2 parties. പ്രധാനമായിട്ടും ഉള്ള 2 ആളുകളാണുള്ളത്. ഒന്ന് ഇൻഷുററും ഒന്ന് ഇൻഷുവേർഡും. Insurer and insured. Insured is the person or business who is compensated if any loss occurs. ഏതെങ്കിലും തരത്തിലുള്ള എന്താ പറയാ നഷ്ടം വന്നു കഴിഞ്ഞാൽ ആ നഷ്ടം കിട്ടേണ്ട, നഷ്ടത്തിന് പരിഹാരം കോമ്പൻസേഷൻ കിട്ടേണ്ട വ്യക്തി ഓർ
ബിസിനസ്, വ്യക്തിയാകാം അല്ലെങ്കിൽ ബിസിനസ് സ്ഥാപനങ്ങളാകാം, അവരെയാണ് നമ്മൾ ഇൻഷുർഡ് എന്ന് വിളിക്കുക. എന്ന് വെച്ചാൽ ഞാൻ എന്റെ എന്തെങ്കിലും എന്താ പറയാ ഒരു ലൈഫ് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു മെഡിക്ലെയിം ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇൻഷുറൻസ് എന്ന് പറയുന്ന ആ സാധനത്തിൽ ഞാൻ എഗ്രി ചെയ്തു, അവരെന്നെ കൊണ്ട് എടുപ്പിച്ചു കഴിയുമ്പോൾ നമുക്ക് അറിയാം ഞാൻ എന്ന് പറയുന്ന ആളാണ് അതിനകത്ത് ഇൻഷുർഡ് എന്ന് പറയുന്നത്. ആൻഡ് ദ പേഴ്സൺ ഹു ഗിവ്സ് ദ കോമ്പൻസേഷൻ, ആ ഒരു കോമ്പൻസേഷൻ തരാമെന്ന് നമ്മളോട് ഏൽക്കുന്ന ആ കമ്പനി ഓർ അഗ്രീസ് ടു പേ ദാറ്റ് കോമ്പൻസേഷൻ ഓൺ ദ ഹാപ്പനിങ് ഓഫ് സച്ച് ഇവന്റ്, അത്തരം ഒരു സാഹചര്യം ഉണ്ടാകുന്ന സമയത്ത് അതിന് കോമ്പൻസേഷൻ തരാമെന്ന് ഏൽക്കുന്ന അല്ലെങ്കിൽ കരാർ അടിസ്ഥാനത്തിൽ സമ്മതിക്കുന്ന ആ ഒരു കമ്പനിയെ നമ്മൾ വിളിക്കുന്ന പേര് ഇൻഷുറർ എന്നാണ്. പ്രധാനമായിട്ട് ഈ രണ്ടാൾക്കാരെ ഒരു ഇൻഷുറൻസ് എഗ്രിമെന്റിലുള്ളത്, ഇൻഷുർഡ് ആൻഡ് ഇൻഷുറർ. ഇൻഷുറർ എന്ന് പറയുന്നത് ആ ഇൻഷുറൻസ് കമ്പനി, നമുക്ക് നഷ്ടപരിഹാരം തരുന്ന ആള്. ആരാണോ ആരുടെ പേരിലാണോ ഇൻഷുറൻസ് എടുക്കുന്നത്, ഒരു സം ഓഫ് ഇൻഷുറൻസ് എടുക്കുന്നത്, ആളെ നമ്മൾ ഇൻഷുർഡ് എന്ന് വിളിക്കും. ആ സെന്റൻസിൽ ചെറുതായിട്ട് ഒരു മാറ്റങ്ങൾ വരുത്താനുണ്ട്. അതെ, ഇത്തിരി കോംപ്ലിക്കേറ്റഡ്, അതായത് തെറ്റിപ്പോയ പോലെ കിടക്കുന്നത്. ഞാൻ വായിക്കുന്നത് ഒന്ന് തിരുത്താം. ദ ഇൻഷുർഡ് ഈസ് ദ പേഴ്സൺ ഓർ ബിസിനസ് ദാറ്റ് ഗെറ്റ്സ് കോമ്പൻസേറ്റഡ് ഇഫ് ദ ലോസ് ഒക്കേഴ്സ്. അവിടെ വരെ മതി, ലോസ് ഒക്കേഴ്സ് വരെ കഴിഞ്ഞിട്ട് ഈസ് നോൺ ആസ് ദ ഇൻഷുറർ എന്ന് പറയുന്നത് വെട്ടുകയാണ്. ഈസ് നോൺ ആസ് എന്നുള്ളത് വെട്ടുക. ഇൻഷുറർ അടുത്തതാണ്, അടുത്ത സെന്റൻസിലാണ് ഇൻഷുറർ കഴിഞ്ഞ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് ഈസ് ക്യാപിറ്റൽ ലെറ്ററിൽ തുടങ്ങിയതല്ല. ഇൻഷുറർ ഈസ് ദ കമ്പനി ദാറ്റ് അഗ്രീസ് ടു പേ ദ കോമ്പൻസേഷൻ. ക്ലിയർ ആയിട്ടുണ്ടാകുന്നു വിചാരിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾ കുറച്ചു നേരം കഴിയുമ്പോൾ ടീച്ചർ എന്തോ പറഞ്ഞു ഇംഗ്ലീഷിൽ ഇവിടെ എഴുതി വെച്ചേക്കുന്നതുമായിട്ട് അങ്ങോട്ട് മീനിങ് അങ്ങോട്ട് കറക്റ്റ് ആവുന്നില്ല എന്ന് തോന്നും കേട്ടോ. അതുകൊണ്ടൊന്ന് കറക്റ്റ് ചെയ്യാം. ദ ഇൻഷുർഡ് ഈസ് ദ പേഴ്സൺ. എന്താ ഇവിടെ ഫ്രണ്ടില് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന പ്രസന്റ് ചെയ്തിരിക്കുന്ന നോട്ടില് ചെറിയ തെറ്റ് കാണുന്നുണ്ട്. നിങ്ങളുടെ തെറ്റി വന്നിട്ടുണ്ടെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. ഇങ്ങനെയാണ് സെന്റൻസ്. The insured is the person or business that gets compensated if the loss occurs. Occurs കഴിഞ്ഞ് full stop ഇട്ടിട്ട് is known as the എന്നുള്ളത് പെട്ടിയെടുത്ത് സ്ട്രൈക്ക് ചെയ്യാതെ. Next sentence, insurance is the company, sorry, insurer is the company who agrees to pay the compensation. ആ കോമ്പൻസേഷൻ കൊടുക്കാമെന്ന് ഏൽക്കുന്ന കമ്പനിയെ നമ്മൾ ഇൻഷുറർ എന്ന് വിളിക്കുന്നു. ഇപ്പൊ ക്ലിയർ ആയോ? ആ ഈസ് സ്മോൾ ലെറ്റർ ആക്കുക, ഫുൾ സ്റ്റോപ്പ് ഇല്ല ഇൻഷുറർ കഴിഞ്ഞിട്ട്. ഇൻഷുറർ ഈസ് ദ കമ്പനി എന്നാണ്. എല്ലാവർക്കും കിട്ടിയില്ലോ? ഓക്കെ, അപ്പൊ തന്നെ മനസ്സിലായോ എന്താണ് ഹെൽത്ത് ഇൻഷുറൻസ്, ആരാണ് ഇൻഷുർഡ്, ആരാണ് ഇൻഷുറർ? 3 കാര്യമാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞ. ക്ലിയർ? ഓട്ടെ, അടുത്തതിലേക്ക്. ഇനി ദ മണി, അവിടെ എഴുതിയേക്കണമെങ്കിൽ വീണ്ടും തെറ്റുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ വായിക്കുന്നത്. ദ മണി ദാറ്റ് ഈസ് പെയ്ഡ് ബൈ ദ ഇൻഷുർഡ് ടു ദ ഇൻഷുറർ ഈസ് കോൾഡ് പ്രീമിയം. അതുകൂടി അവിടെ എഴുതി ചേർക്കാം. The money that is paid by the insured to the insurer. ഇൻഷുറൻസ് കമ്പനിക്ക് നമ്മൾ ഇങ്ങനെ എന്താ പറയാ മെഡിക്ലെയിം ഒക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഇൻഷുറൻസ് പോളിസി എടുക്കുമ്പോൾ ഒരു നിശ്ചിത തുക, ഒരു ഫിക്സ്ഡ് എമൗണ്ട് നമ്മൾ മന്ത്ലിയോ അതുപോലെ ക്വാർട്ടർലിയോ ഇയർലിയോ ഒക്കെ നമ്മൾ ഇങ്ങനെ പേ ചെയ്തിടും അല്ലെ? ലൈഫ് ഇൻഷുറൻസ് എടുക്കുന്നവരും മെഡിക്ലെയിം ഇൻഷുറൻസ് എടുക്കുന്നവരും ഒക്കെ ഒരു ചെറിയ എമൗണ്ട്. അല്ലാതെ ഉണ്ട് ബിലോ പോവർട്ടി ലെവലിലൊക്കെ നമ്മൾ അങ്ങോട്ട് പൈസ അടയ്ക്കേണ്ട, അല്ലാതെ തന്നെ നമുക്ക് മെഡിക്ലെയിം ഇൻഷുറൻസ് കിട്ടുന്നത് ഇവിടെ ഇഷ്ടംപോലെ നമ്മൾ പഠിക്കുന്നുണ്ട്. അന്നേരം നമ്മളത് പറഞ്ഞോളാം വിശദമായിട്ട്. എന്തായാലും സാധാരണ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ ഒരു നിശ്ചിത എമൗണ്ട്, ഫിക്സ്ഡ് എമൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻഷുറൻസ് കമ്പനിക്ക് പതിവായി ഇങ്ങനെ അടയ്ക്കും. പതിവായി എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും അല്ല, മന്ത്ലി ആകാം, ക്വാർട്ടർലി, once in 3 months ആകാം, ഓർ ഇയർലി ആകാം. അങ്ങനെ നമ്മൾ അടയ്ക്കും. അതിനെയാണ് നമ്മൾ പ്രീമിയം എന്ന് വിളിക്കുക. അവിടെ പ്രീമിയം എന്ന് പറയുന്ന വാക്ക് അവിടെ ഇല്ല എന്ന് തോന്നുന്നു അല്ലെ? Money that is paid by the insured to the insurer is called premium. ഒന്ന് തിരുത്താമോ? Is called premium എന്നൊന്ന് അവിടെ അത് ചേർക്കണം, എഴുതി. ക്ലിയർ ആയോ? നോട്ട് കൂടി നമ്മൾ കറക്റ്റ് ചെയ്ത് പോകേണ്ട ഗതികേടായി ഇപ്പൊ. ക്ലിയർ? അല്ലാതെ അവിടെ സെന്റൻസ് കംപ്ലീറ്റ് അല്ല. മണി ദാറ്റ് ഈസ് പെയ്ഡ് ബൈ ദ ഇൻഷുർഡ് ടു ദ ഇൻഷുറർ. എന്ത് അല്ലെ? നമുക്ക് വായിക്കുമ്പോൾ തന്നെ ഒരു സെന്റൻസിൽ എന്തോ വിട്ടുപോയ പോലെ തോന്നുന്നില്ലേ? അതായത് ഇൻഷുറർക്ക് കൊടുക്കുന്ന പണം, എന്താണ് ആ പണം? ആ പണത്തിനെയാണ് നമ്മൾ പ്രീമിയം എന്ന് വിളിക്കുക. അപ്പൊ പ്രീമിയം എന്നുള്ളത് എന്താണ് എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ദ മണി ദാറ്റ് ഈസ് പെയ്ഡ് ബൈ ദ ഇൻഷുർഡ് ടു ദ ഇൻഷുറർ ഈസ് കോൾഡ് ഡാഷ് എന്ന് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് അവിടെ അത് വ്യക്തമായി എഴുതാൻ പറയുന്നത്. ആ ഒരു ഫുൾ ഭാഗം നല്ല ഇമ്പോർട്ടന്റ് ആണ്. എഴുതിയല്ലോ അല്ലേ? ടീച്ചർ എന്തൊക്കെയോ പറഞ്ഞു, ഞങ്ങൾക്ക് ഒന്നും വലിയ. ഓക്കെ, നെക്സ്റ്റ് വൺ. എന്താണ് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി? ഹെൽത്ത് ഇൻഷുറൻസ് എന്താണെന്ന് പറഞ്ഞല്ലോ, നമുക്ക് കിട്ടുന്ന മെഡിക്കൽ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു എന്തെങ്കിലും രോഗങ്ങളോ അല്ലെങ്കിൽ ആക്സിഡൻസോ വരുമ്പോൾ നമുക്ക് മീറ്റ് ചെയ്യപ്പെടുന്ന ആ മെഡിക്കൽ എക്സ്പെൻസസ്, അതാണ് ഹെൽത്ത് ഇൻഷുറൻസ്. ബട്ട് ഇസ് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ഇറ്റ്സ് ആൻ എഗ്രിമെന്റ്. അതൊരു കരാറാണ്. എന്താണ് കരാറ്? ബിറ്റ്വീൻ ദ ഇൻഷുറർ ആൻഡ് ദ ഇൻഷുർഡ് ഓർ ദ ഇൻഡിവിജ്വൽ ഗ്രൂപ്പ്. അതായത് ഇൻഷുർഡും ഇൻഷുറൻസ് കമ്പനിയും തമ്മിലുള്ള ഒരു
കരാറാണ്. എന്താണ്? ടു മേക്ക് ഓർ അഗ്രി ടു പ്രൊവൈഡ് an amount of health insurance at a particular premium. അതായത് ഓരോ മാസത്തിലോ അല്ലെങ്കിൽ ഒരു ഗഡുക്കളായിട്ടോ പ്രീമിയത്തിന്റെ അടിസ്ഥാനത്തില് ഇൻഷുറർ എന്താ പറയാ, ഇൻഷുറൻസ് കമ്പനി എന്ന് പറയുന്ന ആൾക്കാർ ഇൻഷുർഡിന് ഒരു നിശ്ചിത തുക എന്ത് ചെയ്യാം, ഒരു ആഫ്റ്റർ ഡിസീസ് ഒക്കെ അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് ഒക്കെ ഇത്തരം സാഹചര്യങ്ങളിൽ ഞങ്ങൾ റീപേ ചെയ്തോളാം, അതിനുവേണ്ടി നിങ്ങൾ ഒരു പ്രീമിയം ആയിട്ട് ഇത്ര രൂപ അടയ്ക്കണം, ഇത്ര രൂപ വീതം അടയ്ക്കണം എന്നുള്ള ആ ഒരു എഗ്രിമെന്റ് ആണ്. ആ രണ്ട് പേരും തമ്മിലുള്ള ഒരു എഗ്രിമെന്റ് ആണ്. നിശ്ചിത തുക പ്രീമിയത്തിന് നിങ്ങൾക്കുണ്ടാകുന്ന അപകടങ്ങളെയോ അതുപോലെ തന്നെ രോഗങ്ങളെയോ എൻഡിമിനിഫൈ ചെയ്യാനായിട്ട്, നഷ്ടപരിഹാരം തരാൻ വേണ്ടിയിട്ട് ഉള്ള ആ ഒരു കരാറിൽ തമ്മിൽ എന്ത് ചെയ്യുക, എഴുതി സൈൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എന്ന് വിളിക്കുക. Dash is an agreement between insurer and an individual group in which the insurer agrees to provide specific health insurance cover at a particular premium. Premium അടച്ചടച്ച് നിങ്ങൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം തരാം, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഡിസീസസ് ആക്സിഡൻസ് വന്നു കഴിഞ്ഞാൽ അതിനെ ഞങ്ങൾ നഷ്ടം പരിഹരിച്ചോളാം എന്നുള്ള കരാറാണ്. ആരൊക്കെ തമ്മില? ഇൻഷുററും ഇൻഡിവിജ്വൽ ഗ്രൂപ്പും. ഇൻഡിവിജ്വൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ പൊതുജനങ്ങളാണ്, നമ്മള് അതുപോലെ ഏതെങ്കിലും ബിസിനസ് സ്ഥാപനങ്ങൾ അങ്ങനെയൊക്കെ. ഓക്കെ, ക്ലിയർ ആയോ? എന്താണ് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എന്ന് പറയുന്നതും ഹെൽത്ത് ഇൻഷുറൻസും രണ്ടാണ്. മറ്റേത് കരാറാണ്, മറ്റേത് അത് കൊടുക്കുന്ന ആ ആക്സിഡൻസിനും ഡിസീസസിനും മെഡിക്കൽ എക്സ്പെൻസും മീറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് വിളിക്കുക. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? അണ്ടർലൈൻ ചെയ്ത് പഠിക്കണം, അടിവരെ ഇട്ട് പഠിക്കണം. വീണ്ടും പറയാണ്. Then what is claim? ആദ്യം തന്നെ നമ്മൾ ഈ മെഡിക്കൽ ഇൻഷുറൻസിനെ കുറിച്ചൊക്കെ കൂടുതൽ വിശദമായി പറയുന്നതിന് മുമ്പ് ആ മെഡിക്കൽ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട കുറെ ടേംസ് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ആ ടേംസുകളാണ് ഇപ്പൊ ഈ തുടക്കം തന്നെ എഴുതി വെച്ചിരിക്കുന്നത്. ഹെൽത്ത് ഇൻഷുറൻസ് എന്താണെന്ന് നമ്മൾ അറിഞ്ഞു, ഇൻഷുർഡ് ആരാണ്, ഇൻഷുറർ ആരാണെന്ന് അറിഞ്ഞു, പ്രീമിയം എന്താണെന്ന് നമ്മൾ അറിഞ്ഞു. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലെയിം ആണ്. എന്താണ് ക്ലെയിം? It is a person's request to the insurance company for the payment for a loss covered by a policy. അതായത് ഇപ്പൊ ഞാനൊരു പോളിസി എടുത്തു, ഓൺ ദ ഹാപ്പനിങ് ഓഫ് ദ മെച്യൂരിറ്റി, ആ പോളിസിയുടെ മെച്യൂരിറ്റി ആകുന്നത് സമയത്തോ അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീനിൽ I met with an accident or any disease in which I am hospitalized. ഞാൻ എനിക്ക് ആശുപത്രി കിടന്ന് ഒരുപാട് പൈസയൊക്കെ ചെലവായി. അപ്പൊ ഞാൻ എടുത്തിരിക്കുന്ന പോളിസിയുടെ ബേസിസിൽ എനിക്ക് മെഡിക്കൽ ഇൻഷുറൻസ് കവറേജ് ഒക്കെ ഉള്ള മെഡിക്കൽ പോളിസിയാണ് ഞാൻ എടുത്തിരിക്കുന്നതെങ്കിൽ ഐ ഷുഡ് മേക്ക് എ റിക്വസ്റ്റ് ടു ദ ഇൻഷുറൻസ് കമ്പനി. ഞാൻ എന്ത് ചെയ്യണം? ഒരു ഇൻഷുറൻസ് കമ്പനിക്ക് ഒരു ക്ലെയിം. അവരറിയില്ലല്ലോ എനിക്ക് രോഗം വന്നോ, അവർ നമ്മുടെ പിന്നാലെ ഉണ്ടോ, എപ്പോഴെപ്പോഴും ഇല്ല. ഐ ഹാവ് ടു മേക്ക് സം റിക്വസ്റ്റ്. അപ്പൊ ഇൻഷുറൻസ് കമ്പനിയോട് നമ്മൾ ഇത് അറിയിക്കണം. അപ്പൊ ആക്സിഡന്റ് ഉണ്ടായാലും, ഇപ്പൊ ഞാൻ ഓടിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടി ആക്സിഡന്റിൽ പെട്ടു, അപ്പൊ എനിക്ക് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ഐ ഹാവ് ടു ഇൻഫോം ദിസ് ഓർ കൺവേ ദിസ് തിങ് ടു ദ ഇൻഷുറൻസ് കമ്പനി, അല്ലെ? നമ്മളത് അവരെ അറിയിക്കണം. സോ ദാറ്റ് അവരാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് അതിന്റെ ആ എടുത്തിരിക്കുന്ന പോളിസിയുടെ ബേസിസിൽ നമുക്ക് എത്ര രൂപ ക്ലെയിം തരണം. മെഡിക്കൽ ഇൻഷുറൻസ് ആണെങ്കിൽ ഹോസ്പിറ്റൽസിലെ എന്തൊക്കെ ചെലവുകൾ മീറ്റ് ചെയ്യും. ഒരുപാട് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. മെഡിക്കൽ ഇൻഷുറൻസ് ഒക്കെ പഠിക്കുമ്പോൾ ഒരുപാട് കണ്ടീഷൻസ് അപ്ലൈ ആണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പഠിക്കുമ്പോൾ ആക്സിഡന്റ് പറ്റി വേഗം പോയിട്ട് ഇൻഷുറൻസ് കമ്പനി ഫുള്ള് പൈസ നമുക്ക് റീഫണ്ട് ചെയ്യുന്നൊന്നുമല്ല. അവര് അതിനെ കുറിച്ച് നമുക്ക് എന്താ പറയാ പ്രോബ്ലമാറ്റിക് ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ അതിന്റെ കണക്കെടുപ്പൊക്കെ അവർ നടത്തും. അവര് വന്നിട്ട് നമ്മളുടെ ആ ഒരു സ്പോട്ടിൽ വന്നിട്ട്, ആക്സിഡന്റ് നടന്ന സ്പോട്ടിൽ വന്നിട്ട് ഒരു ഇവാലുവേഷൻ നടത്തും. ആൻഡ് ഹൗ മച്ച് ഓഫ് ദാറ്റ് ആക്സിഡന്റ് കൊണ്ട് എന്ത് നഷ്ടമാണോ ഉണ്ടായിരുന്നത്, വണ്ടിയുടെയോ മനുഷ്യന്റെയോ ഒക്കെ കാര്യങ്ങളൊക്കെ അവർ നോക്കി മനസ്സിലാക്കി കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് തീർച്ചയായിട്ടും ഫണ്ട് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ആ പേയ്മെന്റ് മെഡിക്കൽ എക്സ്പെൻസസ് എങ്ങനത്തെയൊക്കെ മീറ്റ് ചെയ്യുമെന്നൊക്കെ അവർ ഡിസൈഡ് ചെയ്യാം. അപ്പൊ ഇത് എന്ന് പറയുന്നത് യു ഹാവ് ടു മേക്ക് എ റിക്വസ്റ്റ്. അപ്പൊ ഞാൻ ആ ഇൻഷുറൻസ് കമ്പനിക്ക് വെക്കുന്ന റിക്വസ്റ്റ് ആണ്, എനിക്ക് ഇങ്ങനെ ഒരു ഡിസീസ് അല്ലെങ്കിൽ ആക്സിഡന്റ് വന്നു ആൻഡ് യു ഹാവ് ടു പേ മീ സച്ച് എ ലോസ്, അതുകൊണ്ടുള്ള എന്റെ നഷ്ടം നിങ്ങൾ പരിഹരിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിക്വസ്റ്റ് വെക്കും. അതിനെയാണ് നമ്മൾ ക്ലെയിം എന്ന് വിളിക്കുക. എന്താണ് ക്ലെയിം എന്ന് കിട്ടിയോ? എ പേഴ്സൺസ് റിക്വസ്റ്റ് ഫോർ പേയ്മെന്റ് ബൈ ആൻ ഇൻഷുറർ ഓഫ് എ ലോസ് കവേർഡ് ബൈ എ പോളിസി. ഒരു പോളിസി കവർ ചെയ്തിരിക്കുന്നത്, നമ്മളൊക്കെ എടുക്കുന്ന പോളിസീസിന് ഇത്ര എമൗണ്ട് ഉണ്ട്, സം അഷ്വേർഡ് ഉണ്ട്, അല്ലെ? 1 ലക്ഷത്തിന്റെ എടുക്കുന്നവരുണ്ട്, 10 ലക്ഷത്തിന്റെ എടുക്കുന്നവരുണ്ട്. ഓക്കെ, അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ തിങ്. ആ ഒരു വസ്തു എന്തിന്റെ ബേസിസിലാണോ നമ്മൾ ആ ഒരു പോളിസി എടുക്കുന്നത്, അത് ബേസ് ചെയ്തിട്ടാണ് അതിന്റെ എമൗണ്ട് ഫിക്സ് ചെയ്യുക. അപ്പൊ കൂടുതൽ വാല്യൂ ഉള്ള സാധനങ്ങളാകുമ്പോൾ സം അഷ്വേർഡിന് വാല്യൂ കൂടും. ആൻഡ് ഓൾസോ ദ പ്രീമിയം അടയ്ക്കുന്ന എമൗണ്ടുകളും എന്ത് ചെയ്യും? കൂടും. ഓക്കെ, അപ്പൊ അതനുസരിച്ചിട്ടായിരിക്കും. അപ്പൊ അങ്ങനെ നമ്മൾ റിക്വസ്റ്റ് വെക്കുന്നതിനെയാണ് ക്ലെയിം എന്ന് വിളിക്കുക. അതും ഇമ്പോർട്ടന്റ് ആണ്. ക്ലെയിം എന്ന് പറയുന്നത് എന്താണ്?
dash is a person's request for the payment by an insurer for a loss covered by a policy. Clear ആയോ എന്താണ് ക്ലെയിം എന്ന്? ക്ലെയിം മനസ്സിലായോ? മനസ്സിലായി പറയണം കേട്ടാ, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് ഇച്ചിരി പോകും പെട്ടെന്ന്. കാരണം ഇതൊക്കെ നമുക്ക് കുറെയൊക്കെ നമുക്ക് എന്താ പറയാ ഫെമിലിയർ ആയ കാര്യങ്ങളാണ്. ഇൻഷുറൻസ് ഒക്കെ ഇല്ലാത്ത ആളുകളൊന്നും തന്നെ ഇല്ല ഇപ്പൊ. ഏതെങ്കിലും ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് എടുക്കുന്നവരാണ് ഇന്ന്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ നെക്സ്റ്റ് ഫ്യൂച്ചർ, നെക്സ്റ്റ് മൊമെന്റിൽ എന്ത് സംഭവിക്കും നമുക്കറിയില്ല. സോ എല്ലാം നമ്മൾ ഇൻഷുർ ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. ഓക്കെ, ആൻഡ് ക്ലെയിമുകൾ രണ്ട് രീതിയിലുണ്ട്. ഫസ്റ്റ് പാർട്ടി ക്ലെയിമും ഉണ്ട്, തേർഡ് പാർട്ടി ക്ലെയിമും ഉണ്ട്. ക്ലെയിംസ് മെയ്ഡ് ഓൺ യുവർ ഓൺ ഇൻഷുറൻസ് കമ്പനി. ഞാൻ എന്താണ് എന്റെ ഇൻഷുറൻസ് കമ്പനിയോട് ക്ലെയിം ചെയ്യാണ്. ഞാനിപ്പോ എനിക്കൊരു ആക്സിഡന്റ് പറ്റി. അപ്പൊ ആക്സിഡന്റ് പറ്റിയപ്പോ ഞാൻ എന്ത് ചെയ്യുന്നു, എനിക്ക് അതിന്റെ ക്ലെയിം തരണം പറഞ്ഞിട്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു ഇൻഷുറൻസ് കമ്പനിയോട്. അതിനെ നമ്മൾ ഫസ്റ്റ് പാർട്ടി ക്ലെയിം, ക്ലെയിം വിച്ച് ഇസ് മെയ്ഡ് ഓൺ അവർ ഓൺ ഇൻഷുറൻസ് കമ്പനി, നമ്മളുടെ തന്നെ ഇൻഷുറൻസ് കമ്പനിയോട് ചെയ്യുന്ന ക്ലെയിമിനെ നമ്മൾ എന്ത് വിളിക്കും? ഫസ്റ്റ് പാർട്ടി ക്ലെയിം എന്ന് വിളിക്കും. ഇനി എന്താണ് തേർഡ് പാർട്ടി ക്ലെയിം എന്ന് പറഞ്ഞിട്ടുണ്ട്? TPA, third party claim, and a claim made by one person against another person's company. മറ്റൊരാളുടെ കമ്പനിയിലേക്ക് എന്താ പറയാ ക്ലെയിം വെക്കുക. അതായത് ഇപ്പൊ ഞാൻ ഇതിപ്പോ തേർഡ് പാർട്ടി ക്ലെയിം എന്താണെന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അതായത് ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഇൻഷുറൻസ് ഒക്കെ എടുക്കുന്ന സമയത്ത് ഇപ്പൊ വണ്ടി എന്തെങ്കിലുമൊക്കെ വാഹനങ്ങളൊക്കെ നമ്മൾ എടുക്കുമ്പോ തേർഡ് പാർട്ടി ക്ലെയിം പറയാനായിട്ട് ഏറ്റവും നല്ല എക്സാമ്പിൾ നമ്മൾ യൂസ് ചെയ്യുന്ന വണ്ടികളെ കുറിച്ചിട്ടായിരിക്കും, കുറച്ചും കൂടി എളുപ്പമായിരിക്കും പറയാൻ. ഈ തേർഡ് പാർട്ടി ക്ലെയിമിനകത്ത് വണ്ടിയൊക്കെ എടുക്കുന്ന ആളുകൾ നമ്മളറിയാതെ തന്നെ ഇൻഷുറൻസ് കമ്പനി ഒരു എക്സ്ട്രാ ക്ലെയിം കൂടി അവിടെ വരുന്നുണ്ട്. തേർഡ് പാർട്ടി എന്ന് വെച്ചാൽ നമ്മൾ ഈ വണ്ടി ഓടിച്ച് നടക്കുന്നതാണല്ലോ, നമ്മൾ അതുകൊണ്ട് ഓടിപ്പോകുമ്പോ എവിടെയെങ്കിലും കൊണ്ടുപോയി തള്ളി അല്ലെങ്കിൽ ആരുടെയെങ്കിലും എത്തൊന്ന് ഇടിച്ചു അല്ലെ, അപ്പൊ അതുകൊണ്ട് ഉണ്ടാകാവുന്ന നഷ്ടം, അത് ആർക്കാണോ ആ നഷ്ടം വന്നിരിക്കുന്നത് അവർക്ക് കൂടി നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? കൊടുക്കേണ്ടി വരും. അവരുടെ ആ നഷ്ടത്തെ, ലോസിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഇൻഷുറൻസ് കമ്പനി, നമ്മൾ ഈ വണ്ടി ഓടിക്കുന്ന ആൾക്കാര് തീർച്ചയായിട്ടും ഇതെവിടെയെങ്കിലും എപ്പോഴെങ്കിലും ഒക്കെ ഒരു മുട്ടലോ തട്ടലോ ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ആ ആക്സിഡന്റ് ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞോണ്ടല്ല അറിയാതെ തന്നെ നമ്മളത്തരം അവരുടെ മറ്റുള്ളവരുടെ ഏതെങ്കിലും പ്രോപ്പർട്ടീസിനോ മറ്റുള്ളവരുടെ ഹെൽത്തിനോ, അതായത് അവരുടെ ലൈഫിനോ എന്തെങ്കിലും തരത്തിലുള്ള ഡാമേജോ എന്താ പറയാ ഇത് ആക്സിഡന്റോ കോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കോസിന്റെ ആ ഒരു ഡാമേജിന്റെ നഷ്ടം കൂടി അവർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും, നമുക്കല്ല അവരുടെ. അപ്പൊ അതും ഇതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു കണ്ടീഷൻ സപ്ലൈഡ് ആണ്. എത്രത്തോളം നഷ്ടം നമ്മൾ അവർ വരുത്തി. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ വണ്ടി ഓടിച്ചു പോകുന്നു, നമ്മൾ കുഞ്ഞു വണ്ടിയൊക്കെ ഓക്കെ കുഴപ്പമൊന്നുമില്ല, അല്ലാതെ വലിയ വണ്ടിയൊക്കെ ഓടിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിലേ എന്താ പറയാ ഓടിപ്പോയി വല്ല മതിലിലോ എവിടെയെങ്കിലും പോയി ഇടിച്ചു എന്ന് വിചാരിക്കുക. അപ്പൊ മതിലിന്റെ എന്തെങ്കിലുമൊക്കെ ഇടിഞ്ഞു ഒളിഞ്ഞു വീണു. അപ്പൊ ആ ഒരു നഷ്ടം അപ്പൊ നമ്മളുടെ വണ്ടി കൊണ്ട് അവർക്കുണ്ടായ നഷ്ടമാണ്. അപ്പൊ മറ്റൊരാൾക്ക് നമ്മൾ അവർ ക്ലെയിം ചെയ്താൽ ആ ക്ലെയിമിനും എന്ത് കൊടുക്കേണ്ടി വരും? നഷ്ടം പരിഹരിച്ചു കൊടുക്കേണ്ടി വരും. തീർച്ചയായിട്ടും ഇല്ലേ? അല്ലെ? അപ്പൊ ഇപ്പൊ കുഴപ്പമില്ല, ഞങ്ങൾ പണിതോളാം, നിങ്ങൾ പൊക്കൊന്ന് പറയൂ വല്ലവരും. അങ്ങനെ ഏതെങ്കിലും നാട്ടുകാരുണ്ടാവും? തീർച്ചയായിട്ടും ഉണ്ടാവില്ല. ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് അടുത്തേ കൂടി പോയാൽ മതി, അപ്പോഴേക്കും വരും വഴക്കിനല്ലേ, നിങ്ങൾ സൂക്ഷിച്ചില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അതുപോലെ തന്നെ ചില ആളുകളുടെ പേത്ത് പോയിരിക്കാം, അവിടെയും ആക്സിഡന്റ് ഉണ്ടായതിന്റെ ഫലമായിട്ട് ചിലപ്പോ മരണം വരെ സംഭവിക്കാം. സോ വാട്ട് ദേ ക്ലെയിം, അവരെന്താണോ ക്ലെയിം ചെയ്യുന്നത് വി ഹാവ് ടു ഗിവ് ദം, അവരത് പ്രൊവൈഡ് ചെയ്യണം. അതപ്പോ ഇൻഷുറൻസ് കമ്പനിയാണ് കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തേർഡ് പാർട്ടി ക്ലെയിമും കൂടി ഇന്ന് ഇൻഷുറൻസ് കമ്പനിക്കാർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ ദാറ്റ് അങ്ങനെ ഏതെങ്കിലും ആ ഒരു കാര്യം കൊണ്ട് നമ്മൾ മൂലം മറ്റുള്ളവർക്ക് ഉണ്ടാകുന്ന അപകടത്തെയോ മറ്റു കാര്യങ്ങളെയും ഇൻഡെമിനിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു ക്ലെയിം ആണ് തേർഡ് പാർട്ടി ക്ലെയിം എന്ന് പറയുന്നത്. ഇത്ര വിശദമായിട്ട് നമുക്കറിയേണ്ട ആവശ്യമില്ല, ഇത്രയും ആ ഒരു സെന്റൻസ് മാത്രം നമുക്ക് ആവശ്യമുള്ളൂ. ഞാൻ ജസ്റ്റ് നിങ്ങളെ എന്താണ് തേർഡ് പാർട്ടി ക്ലെയിം എന്ന് അറിയാൻ വേണ്ടി ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ക്ലിയർ ആണോ? ഇതൊന്നും വലിച്ചു വാരി ടീച്ചർ പറയേണ്ട ആവശ്യമില്ല, അതെന്താണെന്ന് അവിടെ കിടക്കുന്നത് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സെന്റൻസ് വായിച്ച് ഡാഷ് ഇട്ട് ആൻസർ പറയുന്നത് പോലെ തോന്നും. അതുകൊണ്ടാണ് തേർഡ് പാർട്ടി ക്ലെയിം എന്താണെന്ന് ജസ്റ്റ് വിശദീകരിച്ചത്. എല്ലാവർക്കും മനസ്സിലായോ എന്താണ് തേർഡ് പാർട്ടി ക്ലെയിം? നമ്മളുടെ പോളിസി എടുക്കുമ്പോൾ, ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് ഇൻഷുറൻസ് കമ്പനി ഒരു തേർഡ് പാർട്ടി ക്ലെയിം കൂടി ആഡ് ചെയ്യുന്നത് നമ്മൾ മൂലം മറ്റുള്ളവർക്കുണ്ടാകുന്ന നഷ്ടത്തെ കമ്പനി പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ നമുക്ക് അപകടം വന്നു, നമുക്ക് ഒരു ക്ലെയിം തരണം. എനിക്കിപ്പോ എന്റെ ആക്സിഡന്റ് വന്ന് ഞാൻ മതിലിൽ കൊണ്ട് ഇടിച്ചു, എനിക്ക് മറിഞ്ഞു വീണപ്പോ എന്റെ കാലൊടിഞ്ഞു, അപ്പൊ എന്റെ നഷ്ടപരിഹാരം കമ്പനി തരണം. കൂടാതെ തേർഡ് പാർട്ടി ക്ലെയിം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എവിടെയാണ് പോയി ഇടിച്ചത്, ആ എന്താ പറയാ നമ്മളുടെ അഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ആള്, അവർക്ക് അവരുടേതായ പരിഹാരം അവർ ചോദിക്കും. ഇപ്പൊ ചിലപ്പോ ഒരാളുടെ നെറ്റ് പോയി ഇടിച്ചു, അങ്ങനെ ഉരുണ്ട് വീണമെന്ന് വിചാരിക്കാം, എനിക്കും പറ്റി ഇവർക്ക് ആൾക്കും പറ്റി, അപ്പൊ ആളുടെയും നഷ്ടം പരിഹരിച്ചു കൊടുക്കണ്ടേ?
ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ട് കഴിഞ്ഞാൽ ആ 2 ചെലവും വരും. അപ്പൊ ഇൻഷുറൻസ് കമ്പനി അതും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഇതിനെയാണ് നമ്മൾ തേർഡ് പാർട്ടി ക്ലെയിം എന്ന് പറയുക. ഓക്കെ ആണല്ലോ? ആ സെന്റൻസ് നമുക്ക് ഇവിടെ ആവശ്യമുള്ള ജസ്റ്റ് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. നെക്സ്റ്റ് വൺ എക്സ്ക്ലൂഷൻ ആണ്. ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? ഓക്കെ. നെക്സ്റ്റ് വൺ ഇറ്റ്സ് എ സ്പെസിഫിക് കണ്ടീഷൻ. എക്സ്ക്ലൂഷൻ എന്ന് പറഞ്ഞാൽ എക്സ്ക്ലൂഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒഴിവാക്കുക എന്നാണ്. ഓക്കെ. അതായത് ഇൻഷുറൻസ് പോളിസി has some conditions and also they have enlisted some circumstances or specific conditions which is excluded from the policy. അതായത് നമ്മുടെ പോളിസി എടുക്കുന്ന സമയത്ത് ചില കാര്യങ്ങളെല്ലാം ഈ പോളിസിയിൽ നിന്നും ഉൾപ്പെടുത്താതെ മാറ്റി നിർത്തിയിട്ടുണ്ടാവും. ഇത് പോളിസിയുടെ ഇതിനകത്ത് ഉൾപ്പെടുന്നതല്ല. ഇപ്പൊ ജസ്റ്റ് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ചില ഏജ് ലിമിറ്റ് ഉണ്ട് അല്ലെ? ചില പോളിസീസ് എടുക്കുമ്പോ ഏജ് ലിമിറ്റ് ഉണ്ട്. അതെന്താ ഏജ് ലിമിറ്റ് അവിടെ അങ്ങനെ സ്പെസിഫൈ ചെയ്യണം? എന്റെ ഒരു കാശുണ്ട്, ഞാൻ പ്രീമിയം അടച്ചോളാം, എനിക്ക് ഒരു പോളിസി തന്നാൽ പോരെ? തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു ഏജ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പല രീതിയിലുള്ള അസുഖങ്ങൾ നമ്മളെ പിടിപെടും. നമ്മൾ വിചാരിക്കാണ്ട് തന്നെ പല ഷുഗറായിട്ടും അതുമായിട്ടും ഇതുമായിട്ടും ഒത്തിരി. ഇന്നത്തെ കാലത്താണെങ്കിൽ ഇനി ഒന്നും പറയാനില്ല. ഒരു 10-50 വയസ്സ് കഴിഞ്ഞാൽ ആവറേജ് ഒരു 50 ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങ് കഴിഞ്ഞ് കഴിയുമ്പോൾ പല പല രോഗങ്ങൾക്ക് നമ്മൾ പതുപതുക്കെ എന്ത് ചെയ്യും, നമ്മൾ ഇതായി പോകും. അപ്പൊ അങ്ങനെ വരുമ്പോ നമുക്കറിയാം അത് ഇങ്ങനെ എന്താ പറയാ, അതിന് വേണ്ടി വരുന്ന ചെലവുകൾ, മെഡിക്കൽ എക്സ്പെൻസസ് ഒക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അപ്പൊ പ്രായമായ ആൾക്കാരുടെയൊക്കെ പോളിസീസ് ഒക്കെ സ്വീകരിച്ചു കഴിഞ്ഞാലേ അവരെയൊക്കെ പെട്ടെന്ന് ആശുപത്രിയിൽ പോയി കിടക്കും. 5 ദിവസം കിടന്ന് വീണ്ടും ഇൻഷുറൻസ് കമ്പനി അതിന്റെ ഇൻഡെമിനിഫൈ കൊടുക്കണം അല്ലെ? അപ്പൊ അതുകൊണ്ടാണ് ചില പോളിസീസിനൊക്കെ ചില ഏജ് ലിമിറ്റുകൾ പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഏജ് ലിമിറ്റ് പറയുന്ന പോലെ തന്നെ സം ഡിസീസസ് ആർ ഓൾസോ എക്സ്ക്ലൂഡഡ്. ചില കാര്യങ്ങൾ പോളിസിയുടെ പരിധിയിൽ പെടുന്നതല്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഓൾറെഡി ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് പോളിസി കൊടുക്കില്ല. അപ്പൊ ആ ഒരു കാര്യമൊക്കെ ഉൾപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കിയത് കൊണ്ട് അതിനെ നമ്മൾ എക്സ്ക്ലൂഷൻസ് എന്നാണ് വിളിക്കുക. ക്ലിയർ ആയോ? എക്സ്ക്ലൂഷൻ അത് ഇമ്പോർട്ടന്റ് ആണ്. ഡാഷ് സ്പെസിഫിക് കണ്ടീഷൻസ് ഓർ circumstances enlisted in the policy that are not covered by the policy. റിസ്ക്, പോളിസി റിസ്ക് അത് മതി, അത്രയും മതിയിട്ടാണ്. പോസിബിലിറ്റി ഓഫ് ലോസ് എന്നുള്ള ഭാഗം അങ്ങനെ കളഞ്ഞേക്ക്, അത്രയൊന്നും വേണ്ട. പോളിസി റിസ്കിനകത്ത് പെടാത്ത, കവർ ചെയ്യാത്ത ചില കണ്ടീഷൻസ്, സർക്കംസ്റ്റാൻസസ്, അതിനെയാണ് നമ്മൾ എക്സ്ക്ലൂഷൻ എന്ന് വിളിക്കുക. ക്ലിയർ ആയോ? the policy possibility of a loss എന്നുള്ളത് വിട്ടേക്ക്, അത് കളഞ്ഞേക്ക്. ആ സെന്റൻസ് ഒക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് ചില തെറ്റുകളൊക്കെ വരുന്ന കൂടിയുണ്ട്. ഓക്കെ, ക്ലിയർ ആയിരിക്കുമല്ലോ? അപ്പൊ നമ്മള് പഠിച്ചുകൊണ്ടിരുന്നത് ഹെൽത്ത് ഇൻഷുറൻസ് പറഞ്ഞു, ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി പറഞ്ഞു, ഇൻഷുറർ, ഇൻഷുർഡ്, ക്ലെയിം. ക്ലെയിമിൽ തന്നെ 2 എണ്ണം ഉണ്ട്. ഫസ്റ്റ് പാർട്ടി ക്ലെയിം ഉണ്ട്, തേർഡ് പാർട്ടി ക്ലെയിം ഉണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞത് എക്സ്ക്ലൂഷൻ ആണ്. നെക്സ്റ്റ് വൺ ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. ഇറ്റ്സ് എ type of insurance coverage that covers the cost of insured individual medical and surgical expenses. Health insurance എന്ന് പറയുമ്പോൾ ആരോഗ്യ സംബന്ധമായിട്ടുള്ള ഇൻഷുറൻസ് ആയതുകൊണ്ട് നമുക്കുണ്ടാകുന്ന മെഡിക്കൽ, സർജിക്കൽ എക്സ്പെൻസുകളൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന ഇൻഷുറൻസ് കവറേജ്, അതിനെയാണ് നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് വിളിക്കുക. ക്ലിയർ ആണല്ലോ? സെന്റൻസിൽ നിന്ന് തന്നെ വളരെ സ്പെസിഫൈ ചെയ്ത് കറക്റ്റ് ആയിട്ട് ആ സെന്റൻസ് അവിടെ വന്നിട്ടുണ്ട്. അതും ഇമ്പോർട്ടന്റ് ആണ്. മെഡിക്ലെയിം ഇൻഷുറൻസ് ആണ്, which looks after the hospitalization expenses based on maximum sum assured or insured with regard to the following situations. അതായത് ഇനി എന്താണ് മെഡിക്കൽ ഇൻഷുറൻസ്? അതും ഒരു കവറേജ് തന്നെയാണ്. ഹോസ്പിറ്റലൈസേഷൻ ചെലവുകൾ ഞങ്ങൾ ഏറ്റെടുത്തോളാം എന്ന് നമ്മൾക്ക് ഒരു എഗ്രിമെന്റ് തരുന്നതാണ്. ആ നമ്മൾ എടുത്തിരിക്കുന്ന സം അഷ്വേർഡിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട്, ഇപ്പൊ ഞാൻ 1 ലക്ഷം രൂപയുടെ പോളിസി എടുക്കുമ്പോൾ 1 ലക്ഷം വരെ മെഡിക്കൽ എക്സ്പെൻസസ് മീറ്റ് ചെയ്യാവുന്നത് ആര് തരും? ഇൻഷുറൻസ് കമ്പനി തരും. ബിയോണ്ട് ദാറ്റ് ഇല്ല. കാരണം ഒരു സം അഷ്വേർഡ് ഉണ്ട്. ദാറ്റ് മീൻസ് വാല്യൂ ഓഫ് ദാറ്റ് പോളിസി. ആ പോളിസിയുടെ വിലയെയാണ് നമ്മൾ സം അഷ്വേർഡ് അല്ലെങ്കിൽ സം ഇൻഷുർഡ് എന്നൊക്കെ വിളിക്കുക. ചിലപ്പോൾ 2 ലക്ഷത്തിന്റെ എടുക്കുന്നുണ്ടെങ്കിൽ 2 ലക്ഷം വരെ ഹോസ്പിറ്റലൈസ്ഡ് ആയാൽ നമുക്ക് 2 ലക്ഷം വരെ മെഡിക്ലെയിം കിട്ടും. അങ്ങനത്തെ പോളിസിയാണ്. ആ എടുത്തിരിക്കുന്ന സമ്മിന് ഒരു വാല്യൂ ഉണ്ട്. അല്ലാതെ 1 ലക്ഷം രൂപയുടെ പോളിസി എടുത്തു 10 ലക്ഷം രൂപയുടെ ചെലവ് മെഡിക്കൽ എക്സ്പെൻസുകൾ വന്നിട്ട് പറഞ്ഞിട്ട് ഇൻഷുറൻസ് കമ്പനിയോട് ഇത് മുഴുവൻ തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടപ്പിലാകുന്ന കാര്യമല്ല എന്നാണ് പറഞ്ഞത്. ഓക്കെ, medical insurance is a cover which looks after the hospitalization expenses based on the maximum sum insured of the insured. ഇൻഷുർഡ് എത്ര സമ്മിനാണോ ആ പോളിസി എടുത്തിരിക്കുന്നത് അതുവരെയുള്ള ഹോസ്പിറ്റൽ എക്സ്പെൻസസ് മീറ്റ് ചെയ്യാനുള്ള ഒരു കവറേജ് ആണ് മെഡിക്ലെയിം ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ മെഡിക്ലെയിം ഇൻഷുറൻസ് കൊടുക്കുന്ന സമയത്ത് ഹാവ് ടു കൺസിഡർ ദ ഫോളോയിങ് സിറ്റുവേഷൻസ്. ഈ താഴെ പറയുന്ന കാര്യങ്ങൾ കണക്കിലെടുക്കും എന്നാണ് പറയാ. എന്താണ്? ഇൻ ദ ഇവന്റ് ഓഫ് സഡൻ ഇൽനെസ്, പെട്ടെന്നുണ്ടായ അസുഖം എന്ന് വെച്ചാൽ എന്താവണമെന്ന് നമുക്ക് പ്രീവിയസ് ആയിട്ട്, അതായത് കുറച്ച് മുന്നേ
എന്തെങ്കിലും ചില എന്താ പറയാ ഭയങ്കരമായ അസുഖം, അതായത് പെട്ടെന്നൊക്കെ മാറാത്ത ചില അസുഖങ്ങളില്ലേ, അങ്ങനത്തെ അസുഖങ്ങൾ ഉണ്ടാവാൻ പാടില്ല അപ്പൊ അത്തരം പോളിസി എടുക്കുമ്പോൾ. മനസ്സിലായി? അപ്പൊ ചില ആളുകൾക്ക് എന്തെങ്കിലും ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളാവാം. ഓക്കെ, അപ്പൊ അത്തരം അസുഖം ഓൾറെഡി സ്റ്റിൽ നമ്മൾ പോളിസി എടുക്കുന്ന സമയത്ത് ഉണ്ടെങ്കിൽ അവരൊക്കെ നോക്കും. അപ്പൊ അത് അങ്ങനെയുള്ളവർക്ക് അയ്യോ ഇത് ഈ പോളിസി ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് അവർ അങ്ങനെയുള്ളവർക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലൈസ്ഡ് ആകേണ്ടി വരും, ഒത്തിരി എക്സ്പെൻസ്. അപ്പൊ അങ്ങനെയുള്ളതിനൊക്കെ ഭയങ്കര റിസ്ക് ആയിട്ടുള്ള കാര്യമാണ് ഇൻഷുറൻസ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, അപ്പൊ ഇൻ ദ ഇവന്റ് ഓഫ് സഡൻ ഇൽനസ്, പെട്ടെന്നുണ്ടാകുന്ന രോഗങ്ങൾക്ക്, ഇൻ ദ ഇവന്റ് ഓഫ് എൻ ആക്സിഡന്റ്, നമുക്ക് ഉണ്ടാകുന്ന അപകടങ്ങൾക്ക്, ഇൻ കേസ് ഓഫ് സർജറീസ്, അതായത് സർജറിയാണ് എന്താ പറയാ ചില ഡിസീസസിന് ആ പോളിസി പീരീഡിൽ വൈൽ ടേക്കിംഗ് ദാറ്റ് പോളിസി പീരീഡിൽ ഉണ്ടാകുന്ന സർജറി എക്സ്പെൻസുകൾ, അതുമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അല്ലെങ്കിൽ മെഡിക്ലെയിം ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ദീസ് തിങ്സ് ഹാവ് ടു ബി ടേക്കൺ ഇൻ ടു റിഗാർഡ്. തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ കൂടി പരിഗണിക്കും. ഇൻ ദ ഇവന്റ് ഓഫ് സഡൻ ഇൽനസ്, ഇൻ കേസ് ഓഫ് accidents, and also in case of surgery, in respect of disease which has arisen during the policy period. പോളിസി പീരീഡിൽ ഉണ്ടായ ഏതെങ്കിലും തരത്തിലുള്ള സർജറികൾ അതിനാണ് കൊടുക്കുക. ഓക്കെ, എന്താണ് മെഡിക്ലെയിം ഇൻഷുറൻസ് എന്നും അത് എന്തിന്റെയൊക്കെ ബേസിസിലാണ് കൊടുക്കുന്നത്, എന്ത് സിറ്റുവേഷൻസിന്റെ ബേസിസിലാണെന്നും ഇമ്പോർട്ടന്റ് ആണ്. മാർക്ക് ചെയ്ത് വെക്കുക. ABC 3 പോയിന്റ്. എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇത്രയും പറഞ്ഞാൽ എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇല്ലല്ലോ. മൂവ് ചെയ്യാൻ കേട്ടോ. 40 പേരുണ്ട്. 40 പേരും ഓക്കെ ആണല്ലോ. യെസ്. നെക്സ്റ്റ് വൺ we have to study, or we can understand, or we can go through some insurance firms in India. നമുക്ക് ഇനി കുറച്ച് ഇൻഷുറൻസ് കമ്പനികളുടെ പേര്, നിങ്ങൾ ആ പേര് മാത്രം പഠിച്ചു വെച്ചാൽ മതി. ഈ പേരിനെ കുറിച്ച് വിശദീകരിച്ച് എന്ത് ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് ആണ് ഈ പറയുന്ന ഓരോ ഇൻഷുറൻസ് കമ്പനിക്കാർ കൊടുക്കുന്നതെന്ന് നമുക്ക് പഠിക്കാനില്ല. ജസ്റ്റ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ആർ ദ നെയിംസ് ഓഫ് ദ ഇൻഷുറൻസ് കമ്പനീസ് ഇൻ ഇന്ത്യ. ഇൻഷുറൻസ് ഫേം ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന കുറച്ച് ഇൻഷുറൻസ് കമ്പനികളുടെ പേര് പഠിച്ചു വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്. അവൈവ ലൈഫ് ഇൻഷുറൻസ്, ബജാജ് അലയൻസ്, ഭാരതി ആക്സ, ICICI പ്രൂഡൻഷ്യൽ, മാക്സ് ന്യൂയോർക്ക് ആൻഡ് മെറ്റ് ലൈഫ് ഇന്ത്യ. ഇങ്ങനെ ഒരു 6 പേര് ഒന്ന് പഠിച്ചു വെച്ചേക്കാം കേട്ടോ. പേരൊന്നുകൂടി ഓർക്കാം. അവൈവ ലൈഫ് ഇൻഷുറൻസ്, ബജാജ് അലയൻസ്, ഭാരതി ആക്സ, ICICI പ്രൂഡൻഷ്യൽ, മാക്സ് ന്യൂയോർക്ക് ആൻഡ് മെറ്റ് ലൈഫ് ഇന്ത്യ. അങ്ങനെ തന്നെ പഠിച്ചേക്കണം. കുറച്ച് ഫോളോയിങ് ആർ ദ എക്സാമ്പിൾസ് ഓഫ് ഇൻഷുറൻസ് ഫേംസ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഈ 6 2 3 ഒക്കെ തരും, ഒരെണ്ണം ഇതിനകത്ത് പെടാത്തതൊക്കെ തരും. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചപ്പോ ഇതൊക്കെ നമ്മുടെ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഇൻഷുറൻസ് കമ്പനികളുടെ പേരുകളാണ്. ഓക്കെ, അങ്ങനെ പഠിക്കാനുള്ളത് കൊണ്ട് അത്രയും തന്നെ മതി. Then what are the advantages of health insurance scheme? ഇനി എന്തൊക്കെയാണ് ഈ ഇൻഷുറൻസ് പദ്ധതികൾ കൊണ്ടുള്ള നേട്ടങ്ങൾ? എന്തെങ്കിലും നേട്ടമുണ്ടോ? ഇൻഷുറൻസ് പദ്ധതി നമ്മൾ അടയ്ക്കുന്നു, നമുക്ക് തന്നെ കാശ് കിട്ടുന്നു അല്ലെ. അപ്പൊ എന്താണ് അപ്പൊ അതിനകത്ത് എന്താണ് നേട്ടം? നമ്മൾ അടയ്ക്കുന്ന കാശിൽ ഇങ്ങോട്ട് തരണേന്നൊക്കെ ചില ആളുകൾ വിചാരിക്കും. പക്ഷേ ഇറ്റ്സ് ആൻ അഡ്വാൻറ്റേജ്. തീർച്ചയായിട്ടും ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. അതിന്റെ അഡ്വാൻറ്റേജസ് അവിടെ കൃത്യമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഡയറക്റ്റ് ഔട്ട് ഓഫ് പോക്കറ്റ് പേയ്മെന്റ്. നമുക്കറിയാം ഇതുപോലെയുള്ള ഡിസീസസ് അല്ലെങ്കിൽ ആക്സിഡൻസ് ഒക്കെ വന്ന് ഭയങ്കര ഹ്യൂജ് എമൗണ്ട് നമുക്ക് ഹോസ്പിറ്റലൈസ്ഡ് ആകുമ്പോൾ ചെലവായി കഴിഞ്ഞാലേ ഇത് ഒറ്റയടിക്ക് നമ്മുടെ പോക്കറ്റിൽ നിന്ന് എടുത്ത് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് എടുത്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഒരു വലിയൊരു ഒരു ഭയങ്കര ഹ്യൂജ് എമൗണ്ട് ഒക്കെ കൊടുക്കേണ്ടി വരുമ്പോൾ അത് നമ്മൾ ഫിനാൻഷ്യലി നമ്മുടെ സ്റ്റെബിലിറ്റിനെ തന്നെ ബാധിക്കും. അത് ഇല്ലേ, നമ്മുടെ സാമ്പത്തിക ഭദ്രത തന്നെ നഷ്ടപ്പെട്ടു പോകും. ചിലപ്പോൾ നമുക്കറിയാം നമ്മുടെ ഇൻകമിന്റെ ഒരു നിശ്ചിത പാർട്ട് നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് ഫ്യൂച്ചറിൽ നമ്മൾ വേണമെന്ന് വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ സേവ് ചെയ്ത് വെക്കും. ചിലർ ബാങ്ക് ഡെപ്പോസിറ്റ്സ് ആയിട്ട് വെക്കും, ചിലർ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യും, അല്ലെ, ചിലർ ബിസിനസ് തുടങ്ങും. അങ്ങനെ എന്ത് ചെയ്യും? മനുഷ്യന് എപ്പോ വേണമെങ്കിലും ഏത് രീതിയിലുള്ള അസുഖങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലുമോ നമ്മളിലേക്ക് കടന്നു വരാം. അപ്പൊ നമ്മൾ ഇങ്ങനെ സേവ് ചെയ്ത് വെക്കും. ഇത്തരം സേവ് ചെയ്തിരിക്കുന്ന എമൗണ്ട് നമുക്ക് ഒരു ഇൻഷുറൻസ് ഒന്നുമില്ല, പെട്ടെന്ന് എന്തെങ്കിലും തരത്തിലുള്ള അപകടങ്ങളോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ രോഗങ്ങളോ ഒക്കെ വന്നു, അപ്പൊ നമ്മൾ വലിയ ഹോസ്പിറ്റലൈസ്ഡ് ആയി വലിയ സർജറീസ് ഒക്കെ നടത്തേണ്ട ഒരു ഹ്യൂജ് എമൗണ്ട് അതിന് വേണ്ടിയിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഇവിടെയൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ കുഞ്ഞിതായിട്ട് പലതുള്ളി പെരുവെള്ളം പോലെ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന എമൗണ്ട് നമ്മൾ എടുത്ത് കൊടുക്കുമ്പോൾ നമ്മൾ എന്താണോ, എന്തിനു വേണ്ടിയാണോ, എന്ത് ലക്ഷ്യത്തിന് വേണ്ടിയാണോ അങ്ങനെ മാറ്റി വെച്ചത് അത് അവിടെ നിന്ന് പോകും. ചിലപ്പോൾ കുട്ടികളുടെ കല്യാണത്തിന് വേണ്ടിയാകാം,
വേണ്ടിയാകാം, കുട്ടികളുടെ ഹയർ സ്റ്റഡീസിന് വേണ്ടിയാകാം, നമുക്കൊരു നല്ല വീട് വെക്കാനായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വാഹനങ്ങൾ വാങ്ങിക്കാനാണ്. അപ്പൊ ആ ഒരു എമൗണ്ട് എടുത്ത് നമ്മളിങ്ങനെ ചെലവാക്കേണ്ടി വരും. അതേസമയം ഇത് ചെറിയ ചെറിയ എമൗണ്ടുകളായിട്ട് ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ ഒരു പേയ്മെന്റ് നടത്തി അത് ഇങ്ങനെയുള്ള ചില സാഹചര്യങ്ങൾ വരുമ്പോൾ ആ ഒരു കുഞ്ഞു കുഞ്ഞു എമൗണ്ടുകൾ അവിടെ ചേർന്ന് അത് ഇൻഷുറൻസ് എമൗണ്ട് ആയിട്ട് നമ്മുടെ മെഡിക്കൽ എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യാൻ പാകത്തിന് കിട്ടുമ്പോഴോ ഈ ഒരു വലിയ എമൗണ്ട് നമുക്ക് ഇവിടെ നിന്ന് നീക്കേണ്ടി വരുമോ? ഇല്ല. അതുകൊണ്ട് തന്നെ ഇതൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. അവിടെ പറഞ്ഞിരിക്കുന്ന പോയിന്റ് അതല്ല, ഡയറക്റ്റ് ഔട്ട് ഓഫ് പോക്കറ്റ് പേയ്മെന്റ്സ് റിസൾട്ട് ഇൻ ഫിനാൻഷ്യൽ ക്രൈസിസ്. കണ്ടോ, അതായത് സാമ്പത്തിക ബുദ്ധിമുട്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇത്രയും വലിയ എമൗണ്ട് എടുത്ത് കൊടുക്കുമ്പോൾ ഉണ്ടാകും. ഇൻഷുറൻസ് കവറേജ് ഇങ്ങനെയുള്ള ആളുകളെ, അതായത് പുവർ പേഷ്യൻസ്, ഒത്തിരി കാശുള്ളവരും ഓക്കെ കുഴപ്പമില്ല, അവർക്ക് അല്ലെ കോടീശ്വരന്മാരെന്നൊക്കെ പറയാം, എന്നാലും അതെ അവരും ഇൻഷുറൻസ് ഒക്കെ എടുക്കും. ബിക്കോസ് ഈ ഒരു വലിയ എമൗണ്ട് എടുത്ത് നമ്മളുടെ ഈ ഇത്തരം എക്സ്പെൻസുകൾ നമുക്ക് മീറ്റ് ചെയ്യുമ്പോൾ നമുക്കതൊരു വലിയ ഇതായിട്ട് തോന്നും. അതേസമയം നമ്മളിങ്ങനെ മിച്ചം എന്താ പറയാ കുറേശ്ശെ ആയിട്ട് പ്രീമിയം അടച്ച് നമ്മൾ ആ ഒരു വലിയ ഹൈ കോസ്റ്റിനെ നമുക്ക് കുറെയൊക്കെ എന്താ പറയാ ഇൻഡിമെൻസിഫൈ ചെയ്യാനായിട്ട് ഇത്തരം ചെറിയ ചെറിയ പ്രീമിയത്തിന് സാധിക്കും. അപ്പൊ അതൊരു കവറേജ് ആണല്ലോ. അപ്പൊ പുവർ പേഷ്യൻസിനൊക്കെ ഇതൊരു ഹൈലി ആക്സസബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഒന്നാമത്തെ പോയിന്റ് അതാണ്. പിന്നെ രണ്ടാമത്തെ, കോസ്റ്റ്ലി ഹെൽത്ത് കെയർ സർവീസസ് മേ ലീഡ് ഫാമിലീസ് ടു പോവർട്ടി. ഇങ്ങനെയുള്ള നമുക്കറിയാം, ഒരു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന ചെലവുകളും ഹോസ്പിറ്റലൈസ്ഡ് ആകുന്ന ചെലവുകളും ഇതൊക്കെ ചില കുടുംബങ്ങളെ തന്നെ വളരെ ദാരിദ്ര്യത്തിലേക്ക് നയിക്കാറുണ്ട്. കാരണം കാശില്ല, ഉള്ള കാശ് ഇന്ന കാര്യത്തിന് വേണ്ടി ചെലവായി അല്ലെ. നമ്മൾ ഒരുപാട് വീഡിയോസ് ഒക്കെ പല ആളുകളും ഷെയർ ചെയ്തിട്ട് നിങ്ങൾക്കൊന്ന് ഹെൽപ്പ് ചെയ്യാമോ, നിങ്ങളുടെ ഒരു ഷെയർ അയക്കാൻ ചേർത്തവരെ എന്താ പറയാ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക, അന്ന് ഷെയർ ചെയ്യുക, നിങ്ങളെ കൊണ്ട് പറ്റുന്ന പൈസ GPay ആയിട്ട് സെൻഡ് ചെയ്ത് കൊടുക്കൂ. കണ്ടോ, ഇതൊക്കെ മെഡിക്കൽ എക്സ്പെൻസസ് ഭയങ്കര ഹൈ ആണ്. അപ്പൊ അത് മീറ്റ് ചെയ്യാനായിട്ട് അവരുടെ കയ്യിൽ പണം ഇല്ലാത്തത് കൊണ്ടാണ് ഇത്തരം റിക്വസ്റ്റുകളൊക്കെ നമ്മളെ പോലുള്ളവരോട് നടത്തുന്നത്. കാരണം ഇത് തന്നെയല്ല, ഇത്തരം കാര്യങ്ങളോട് വളരെ പെട്ടെന്ന് നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് എടുത്ത് അതിനോട് എന്താ പറയാ റെസ്പോണ്ട് ചെയ്യുന്ന ഒത്തിരി ആളുകളുണ്ട്. വിതിൻ എന്താ പറയാ ഡേ കൊണ്ട് തന്നെ ഒരു ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും ആളുകൾ ആ ഒരു കാര്യത്തിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ എല്ലാവരുടെയും കൂടി അല്ലെ. നേരത്തെ പറഞ്ഞത് വീണ്ടും പറയാണ്, പലതുള്ളി പെരുവെള്ളം എന്നതുപോലെ ചിലപ്പോൾ 1 രൂപയാകാം, 5 രൂപയാകാം, 500 രൂപയാകാം, അതൊക്കെ കൂടി ചേർന്ന് ഒരു ഹ്യൂജ് എമൗണ്ട് ആകാൻ അധികം സമയമൊന്നും വേണ്ടി വരില്ല. എത്ര കോടിക്കണക്കിന് ആളുകളാണ് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഉള്ളത്. അപ്പൊ അത്രയും പേരുകളെ ഷെയർ ചെയ്ത് 1 രൂപ തന്നെ വെച്ച് കൊടുത്താലും ഇത്രയും രൂപ വരുമെന്ന് നമുക്കറിയാലോ അല്ലെ. ഒരു ആവറേജ് ഞാൻ പറയാണ്. അപ്പൊ അത്തരം ആളുകളെ ഇങ്ങനെ പോവർട്ടിയിലേക്ക് ലീഡ് ചെയ്യുന്നതിന്റെ ഒന്നാമത്തെ കാര്യം അവിടുത്തെ ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ ഒക്കെ കോസ്റ്റ്ലി ആയിട്ടുള്ള സർവീസസ് ആണ്. കാരണം കാശുണ്ട്, ഓപ്പറേഷൻസ് വരുമ്പോൾ അതിന് ഭയങ്കര കാശാണ്. അപ്പൊ ഇത് ഇത്തരം മെഡിക്ലെയിം ഇൻഷുറൻസ് വിൽ help them or it will help them to avoid such situations. ഇത്തരം ദാരിദ്ര്യത്തിലേക്ക് ആണ്ടുപോകുന്ന അവസ്ഥകളെ ഇല്ലാതാക്കാൻ മെഡിക്ലെയിം കൊണ്ട് സാധിക്കുമെന്നുള്ളത്. അപ്പൊ സോ ഇറ്റ്സ് ആൻ അഡ്വാൻറ്റേജ്. തീർച്ചയായും അതൊരു നേട്ടം തന്നെയാണ്. പിന്നെ മെഡിക്ലെയിം ഇൻഷുറൻസ് എന്ന് പറയുന്നത് പെർമിറ്റ്സ് പേഷ്യന്റ് ഫോർ നെഗോഷിയേഷൻ എന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടേണ്ട ശുശ്രൂഷ അതിനെ കുറിച്ചിട്ടുള്ള ചർച്ചകളൊക്കെ ഇവിടെ എന്താ പറയാ ഹെൽത്ത് കെയർ സിസ്റ്റവും ഇൻഷുറൻസ് കമ്പനിയും തമ്മിലൊരു ചർച്ചയൊക്കെ ചെയ്ത് തീരുമാനിക്കാം. ക്വാളിറ്റി സർവീസ് കിട്ടും. അതിന്റെ തൊട്ടടുത്തയില് പറയുന്നുണ്ട് എവിടെയാണ് ഓക്കെ ഉണ്ട്. അപ്പൊ എന്താണ്, നമുക്ക് നല്ല രീതിയിൽ ഉള്ള ഒരു സർവീസ് അല്ലെങ്കിൽ ഒരു എന്താ പറയാ ചികിത്സ നഴ്സിംഗ് കിട്ടാനായിട്ട് ഇൻഷുറൻസ് കമ്പനിക്ക് എന്ത് ചെയ്യാം, ചോദിക്കാൻ പറയാം. അപ്പൊ അവർ തമ്മിലുള്ള ഒരു നെഗോഷിയേഷൻ, ഒരു എന്താ പറയാ ചർച്ചയും മറ്റുമൊക്കെ നടത്തിയിട്ടായിരിക്കും പേഷ്യന്റിന് വേണ്ട ശുശ്രൂഷകളൊക്കെ കൊടുക്കാം, ട്രീറ്റ്മെന്റ് കൊടുക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് പേഷ്യൻസുമായിട്ട് നല്ല രീതിയിലുള്ള ഒരു നെഗോഷിയേഷൻ ചർച്ച ചെയ്ത് തീരുമാനിച്ച് എങ്ങനെയുള്ള ട്രീറ്റ്മെന്റ് ആണ് വേണ്ടതെന്നൊക്കെ ചോദിച്ചു അല്ലെങ്കിൽ കൊടുക്കേണ്ടത്. അപ്പൊ ഇൻഷുറൻസ് കമ്പനിക്കാർക്ക് അവിടെ ഒരു ഉത്തരവാദിത്തമുണ്ട്. വെദർ ദ ഹോസ്പിറ്റൽസ് ആർ പ്രൊവൈഡിങ് ക്വാളിറ്റി സർവീസസ് അല്ലെങ്കിൽ ക്വാളിറ്റി ട്രീറ്റ്മെന്റ്, നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് പേഷ്യൻസിന് കൊടുക്കുന്നുണ്ടോ എന്ന് അവർക്ക് നോക്കാൻ പറ്റും. അല്ലാതെ ഇവര് ക്ലെയിം ഇൻഷുറൻസ് കമ്പനിക്കാർ പൈസ കൊടുക്കുമ്പോൾ കൊടുക്കുന്ന രീതിയിലുള്ള സേവനവും അതുപോലെ തന്നെ വേണമല്ലോ, കാശ് തന്നെയാണല്ലോ കൊടുക്കുന്നത്. അപ്പൊ അത് അങ്ങനെയുള്ളത് മീറ്റ് ചെയ്യാനായിട്ടുള്ള ചർച്ചകൾക്കൊക്കെ വേണ്ടിയിട്ട് അങ്ങനെയും ഒരു വഴി ഒരുക്കി കൊടുക്കുന്നുണ്ട് പേഷ്യൻസുമായിട്ട്. ദെൻ ഓൾസോ ഇറ്റ് പ്രൊട്ടക്ട്സ് ഫ്രം അൺഎക്സ്പെക്ടഡ് കോസ്റ്റ്. വളരെ ഉയർന്ന നമ്മൾ അപ്രതീക്ഷിതമായിട്ടുള്ള ചെലവുകളെ നമുക്ക് നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ അതിനെതിരെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാനും ഹെൽത്ത് ഇൻഷുറൻസിന് സാധിക്കും. ആൻഡ് ലാസ്റ്റ് വൺ, ടാക്സ് ബെനിഫിറ്റ്. ടാക്സ് ബെനിഫിറ്റ് എന്താ? ഈ പറയുന്ന ഇൻഷുറൻസിന് വേണ്ടിയിട്ടേ നമ്മളുടെ ഹെൽത്തിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഇൻഷുറൻസ് പ്രീമിയം ഇല്ലേ, ആ പ്രീമിയം കൊടുക്കുന്നതില്ലേ നമ്മുടെ ടാക്സബിൾ. ചില ആളുകൾക്ക് ടാക്സ് അടയ്ക്കേണ്ടി വരും. ഇൻകം ടാക്സ് ഒരു വരുമാനത്തിന്റെ ഇത്രയും ഭാഗത്തിന് അധികം പോയി കഴിഞ്ഞാൽ അതിന് ഇൻകം ടാക്സ് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. ഈ കൊടുക്കുന്ന പ്രീമിയം വിൽ ബി
എക്സ്ക്ലൂഡഡ് ഫ്രം ടാക്സ് എന്ന് വെച്ചാൽ എക്സംഷൻ ആണ്. ടാക്സ് എന്ന് പറയുന്നതിൽ നിന്നും നമുക്ക് ഒഴിവാക്കി കിട്ടും പ്രീമിയം അടയ്ക്കുന്നത്. അതുകൊണ്ടാണ് ടാക്സ് ബെനിഫിറ്റ്. അപ്പൊ ടാക്സ് ബെനിഫിറ്റിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിലേ നമ്മൾ അടയ്ക്കുന്നത് ഇപ്പൊ 2000 രൂപ വീതം അല്ലെങ്കിൽ 5000 രൂപ വീതം ഒക്കെ ചില ആളുകൾ ഹ്യൂജ് എമൗണ്ട് ഓഫ് കൊടുത്തിട്ട് ഇൻഷുറൻസ് എടുക്കുന്നവരുണ്ട്. അപ്പൊ ഈ അതൊക്കെ കൊടുക്കേണ്ടി വരുന്ന ഇൻകം ടാക്സിൽ നിന്ന് ഈ പറഞ്ഞ അടയ്ക്കുന്ന പ്രീമിയത്തിന്റെ എമൗണ്ട് എക്സംപ്റ്റഡ് ആണെന്ന് ഒഴിവാക്കപ്പെടുന്നു. അതുകൊണ്ടാണ് ടാക്സ് ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അഡ്വാൻറ്റേജസ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം മനസ്സിലായോ? പ്രധാനമായിട്ടുള്ള അഡ്വാൻറ്റേജസ് കുഞ്ഞുതായിട്ട് ഓർത്താൽ മതി. അങ്ങനെ ഡയറക്റ്റ് ഔട്ട് ഓഫ് പോക്കറ്റ് പേയ്മെന്റ് ലീഡ്സ് ടു ഫിനാൻഷ്യൽ ക്രൈസിസ്, അത്രയും മതി, അത്ര അറിയാൻ മതി. പിന്നെ കോസ്റ്റ്ലി ഹെൽത്ത് സർവീസസ് ലീഡ് ഫാമിലീസ് ടു പോവർട്ടി, വളരെ ദാരിദ്ര്യത്തിലേക്ക് ഈ പറയുന്ന ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെയൊക്കെ ചിലവേറിയ സേവനങ്ങൾ നയിക്കുന്നു. പിന്നെന്താ, മെഡിക്കൽ ഇൻഷുറൻസ് കവറേജ് മേക്സ് ഓർ പെർമിറ്റ്സ് പേഷ്യൻസ് ഫോർ നെഗോഷിയേഷൻ. Health insurance also protect from unexpected cost. Quality treatment will be provided. പിന്നെ ടാക്സ് ബെനിഫിറ്റ്. അങ്ങനെ കുഞ്ഞിത് കഷ്ണമായിട്ട് പഠിച്ചാൽ മതി, മുഴുവനായിട്ട് പഠിക്കണ്ട. ഓക്കെ, ക്ലിയർ അല്ലേ? അഡ്വാൻറ്റേജസ് മനസ്സിലായല്ലോ? അടുത്തതിലേക്ക് എക്സ്പെൻസസ് കവേർഡ്. സിമ്പിൾ അല്ലേ? സിമ്പിൾ ആണോ എന്ന് പറഞ്ഞേ? എല്ലാവർക്കും ഒക്കെ അറിയാവുന്ന ടോപ്പിക് ആയിരുന്നോ? ഏകദേശം എന്തെങ്കിലും ഐഡിയ ഉണ്ടായിരുന്നോ? മെഡിക്കൽ ഇൻഷുറൻസിനെ കുറിച്ച് ഒന്നും അറിയില്ല എന്നുള്ളവർ ആരെങ്കിലും ഉണ്ടായിരുന്നോ? സിമ്പിൾ ആണ്, വെരി ഗുഡ്. ആർക്കെങ്കിലും ഒന്നും, അതായത് മെഡിക്കൽ ഇൻഷുറൻസ് എന്താണെന്ന് കുറച്ചൊക്കെ അറിയായിരുന്നു അല്ലെ? ഓക്കെ, ചിലർക്കൊക്കെ വളരെ ഫെമിലിയർ ആയിട്ടുള്ള ടോപ്പിക് ആയിരിക്കും. ഡിഗ്രിക്കൊക്കെ ചില ആളുകൾ എന്താ പറയാ, ബികോമിലൊക്കെ ചിലപ്പോ എന്തെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ? മെഡിക്കൽ ഇൻഷുറൻസിനെ കുറിച്ചിട്ട് നമ്മൾ കുറച്ചൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. ഡിഗ്രി ബികോം ഒക്കെ എടുത്തിരിക്കുന്നവരാണെങ്കിൽ കേട്ടിട്ടുണ്ടാവും. സയൻസ് എടുക്കുന്നവര് കേട്ടിട്ടുണ്ടാവാൻ സാധ്യത കുറവായിരിക്കും. ഓക്കെ, എക്സ്പെൻസസ് കവേർഡ് ബൈ ഹെൽത്ത് ഇൻഷുറൻസ്. അടുത്തത് എന്താ? അപ്പൊ ഇനി ഹെൽത്ത് ഇൻഷുറൻസിന്റെ കീഴിൽ കവർ ചെയ്യപ്പെടുന്ന ചെലവുകൾ ഏതൊക്കെയാണ്? ആ മെയിൻ ഹെഡിങ് പഠിച്ചിരിക്കണം കേട്ടോ. മെയിൻ ഹെഡിങ് അതിന്റെ ഉള്ളിലുള്ളത് വായിച്ച് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ഈച്ച് അതായത് ഓരോ ഇൻഷുറൻസ് കമ്പനിയും എല്ലാവരും ഒരുപോലെയല്ല. വേരിയസ് എക്സ്പെൻസ് അവരുടെ പ്ലാനിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്ന ചില എക്സ്പെൻസുകൾ എന്തൊക്കെയാണെന്ന് എടുത്തു പറയുന്നുണ്ട്. ഏതൊക്കെയാണ് അവർ ഉൾക്കൊള്ളുന്നത്? ഹെൽത്ത് ഇൻഷുറൻസിൽ ഇൻഷുറർ അതുപോലെ ഇൻഷുറൻസ് കമ്പനി എന്തൊക്കെ എക്സ്പെൻസുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പേരുകൾ ഇങ്ങനെയാണ്. ഇൻ പേഷ്യന്റ് ഹോസ്പിറ്റലൈസേഷൻ, ഒന്നാമത്തെ ചെലവ് ഇതാണ്. ഇൻ പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ എന്താ? അഡ്മിറ്റ് ചെയ്യപ്പെടുന്നതിന്റെ ചെലവുകളാണ്. അപ്പൊ ഡ്യൂ ടു എനി ഇൽനെസ് ഓർ ഇഞ്ചുറി, ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള മുറിവുകളും മറ്റൊക്കെ വന്നു കഴിയുമ്പോൾ ഈ പറയുന്ന പ്ലാൻ അനുസരിച്ച് അല്ലെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ അനുസരിച്ച് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ് വിൽ ബി മെറ്റ് ബൈ ദ ഇൻഷുറർ. തീർച്ചയായിട്ടും അഡ്മിറ്റ് ചെയ്യപ്പെടുന്ന പേഷ്യൻസിന്റെ ഹോസ്പിറ്റൽ എക്സ്പെൻസ് ആര് മീറ്റ് ചെയ്യണം? നമ്മുടെ ഇൻഷുറൻസ് കമ്പനി മീറ്റ് ചെയ്യണം. അതാണ് ഇൻ പേഷ്യന്റ് ഹോസ്പിറ്റലൈസേഷൻ. കിടത്തി ചികിത്സിക്കേണ്ടി വരുന്ന ആളുകൾക്ക് അതിന്റെ ഇൻഷുറൻസ് കമ്പനി മീറ്റ് ചെയ്തോളാം ആ ചെലവുകൾ ഏതൊക്കെയാണെന്നാണ് താഴെ പറയുന്നത്. ഏതൊക്കെയാ? റൂം റെന്റ്, നഴ്സിംഗ് എക്സ്പെൻസസ്, ICU ചാർജസ് ആൻഡ് ഡോക്ടർ കൺസൾട്ടേഷൻ, പിന്നെ സർജറീസ്. മറ്റ് തരത്തിലുള്ള ചില ചെലവുകൾ കൂടി ഉണ്ട്. എന്ന് വെച്ചാൽ സർജിക്കൽ ടൂൾസ്, ഇപ്പൊ ഓപ്പറേഷൻസ് ഒക്കെ വരുന്ന പേഷ്യൻസ് ആണെങ്കിലേ ചിലപ്പോ പുറത്തുനിന്ന് ചില സർജറി മെറ്റീരിയൽസ് ഒക്കെ ചിലപ്പോ വാങ്ങിക്കാൻ പറയും. ചിലപ്പോ അവരുടെ ഹോസ്പിറ്റലിൽ ഇല്ല, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ വാങ്ങിക്കാൻ പറയും. അപ്പൊ ഹോസ്പിറ്റലിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അതിനും ചിലതിനൊക്കെ ഭയങ്കര കാശായിരിക്കുമേ. അപ്പൊ ആ ഒരു മെറ്റീരിയൽ വാങ്ങിക്കുന്നതിന്റെ, അതുപോലെ ഡയഗ്നോസിസ്, അതായത് രോഗനിവാരണം നടത്താൻ വേണ്ടിയിട്ട് ചില മെറ്റീരിയൽസ് വാങ്ങിക്കേണ്ടാവും. ടെസ്റ്റുകൾ നടത്താൻ വേണ്ടി പുറത്തുനിന്ന് ഹോസ്പിറ്റലിന്റെ ഫാർമസിക്ക് വാങ്ങിക്കേണ്ട ചില മെറ്റീരിയൽസ് ഉണ്ടാകും. അപ്പൊ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യും? ഇൻപേഷ്യന്റ് ആയിട്ടുള്ള ആളുകൾക്ക് ഇത്തരം ചെലവുകളൊക്കെ ഇൻഷുറൻസ് കമ്പനി മീറ്റ് ചെയ്യും. അപ്പൊ എന്തൊക്കെ ഇൻപേഷ്യന്റ് ഹോസ്പിറ്റലൈസേഷൻ ചെലവുകളാണ് ഹോസ്പിറ്റൽസ് മീറ്റ് ചെയ്യാന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. ആ കുത്തുകുത്തത്തെ പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇൻപേഷ്യന്റ് ഹോസ്പിറ്റലൈസേഷനിൽ വിച്ച് ആർ ദ എക്സ്പെൻസസ് ഇൻക്ലൂഡഡ്, ഏതൊക്കെ ചെലവുകളാണ് പെട്ടിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ മറക്കണ്ട. റൂം റെന്റ്, നഴ്സിംഗ് എക്സ്പെൻസ്, ICU ചാർജസ്, ഡോക്ടർ കൺസൾട്ടേഷൻ, സർജറി ആൻഡ് അതർ സർജിക്കൽ ടൂൾസ് ആൻഡ് ഡയഗ്നോസ്റ്റിക് മെറ്റീരിയൽ. മറ്റേത് ഇൻഷുറൻസ് കമ്പനി കവർ ചെയ്യുന്ന എക്സ്പെൻസുകൾ ഏതാണെന്നുള്ളതിന്റെ മെയിൻ ഹെഡിങ് 1, 2, 3 എന്നൊക്കെ നമ്പർ ഇട്ടേക്കുന്ന ഹെഡിങ്ങുകൾ വേറെ. ഇൻപേഷ്യന്റ് ഹോസ്പിറ്റലൈസേഷന്റെ ആ പോയിന്റുകൾ വേറെ പഠിക്കണം കേട്ടാ. മറ്റേതിന് പോയിന്റ് മാത്രം പഠിച്ചാൽ മതി. ഇനിയുള്ളതിന് പ്രീ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ്. ഓക്കെ, വായിച്ച് ഇതൊക്കെ എളുപ്പം കിട്ടുന്നതാണ്. അങ്ങനെ പഠിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് വായിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവും. അടുത്തത് എന്താ?
പ്രീ ഹോസ്പിറ്റലൈസേഷൻ, ഇൻ ഹോസ്പിറ്റലൈസേഷൻ അവിടെ കിടന്നത്. പ്രീ എന്താ? പ്രീ മീൻസ് ബിഫോർ ഹോസ്പിറ്റലൈസേഷൻ, അതായത് അഡ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് വരുന്ന ചെലവുകൾ അല്ലെ? അപ്പൊ നമ്മൾ വിചാരിക്കും നേരത്തെ പറഞ്ഞു അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉള്ള ചെലവെന്ന്. അതിന് മുമ്പ് ചിലപ്പോൾ ചെലവുകൾ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ, അഡ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഉണ്ടാകുന്ന ചെലവുകൾ ഓൾസോ വിൽ ബി മെറ്റ് ബൈ ദ ഇൻഷുറൻസ് കമ്പനി. അപ്പൊ അങ്ങനെ ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള കുറച്ച് മുമ്പ് തന്നെ, അതായത് ആ ഒരു എന്തെങ്കിലും ഹോസ്പിറ്റലൈസ് ചെയ്യുന്നതിന് തൊട്ട് മുൻപും ചില ചെലവുകൾ ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാകാം. തൊട്ട് മുമ്പ് എന്ന് പറഞ്ഞാൽ 5-6 ആഴ്ച മുമ്പത്തെ കാര്യമല്ല, അതിന് മുമ്പ്. അപ്പൊ അതേതൊക്കെയാണ് ആ ഇൻഷുറൻസ് കമ്പനി അന്നേരം പ്രൊവൈഡ് ചെയ്യുന്ന ചില പ്ലാനുകളാണ്, അതായത് ഡോക്ടർ കൺസൾട്ടേഷൻ. അപ്പൊ അതായത് നമുക്ക് അഡ്മിറ്റ് ചെയ്യുന്നത് ഡോക്ടറിന്റെ കൺസൾട്ടേഷന് ശേഷമാണ്. അപ്പൊ ഡോക്ടർ ചിലപ്പോൾ വേറെയും ആളുകളൊക്കെ വേറെ ഡോക്ടേഴ്സും കൺസൾട്ട് ചെയ്തിട്ടുണ്ടാകും. ആ എക്സ്പെൻസുകൾ, മെഡിക്കൽ ഇൻവെസ്റ്റിഗേഷൻസ്, ഇപ്പൊ ചിലപ്പോൾ ആ രോഗിയുടെ രോഗം എന്താണെന്ന് പെട്ടെന്ന് തന്നെ മനസ്സിലായില്ല, അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ കാര്യങ്ങളൊക്കെ നടത്തി, അപ്പൊ അതിന് വേണ്ടി വരുന്ന ചെലവ്. പ്രൈമറി പ്രൊസീജിയേഴ്സ്, എന്താ പറയാ, പ്രാഥമിക ചില നടപടികളൊക്കെ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാകും. പ്രിവെന്റീവ് സർജറീസ്, ചില കാര്യങ്ങളെ തടസ്സപ്പെടുത്താൻ വേണ്ടി പെട്ടെന്ന് നടത്തിയ സർജറീസ് ഉണ്ടാകും. ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾ ഉണ്ടാകും, മെഡിസിൻസ് ഉണ്ടാകും. ഇതെല്ലാം ആ പറയുന്ന പ്രീ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസിൽ പെട്ടതാണ്. ഇതും ഇൻഷുറൻസ് കമ്പനി കൊടുക്കേണ്ടി വരുന്ന ചെലവുകളിൽ പെട്ടതാണ്. ഓക്കെ, യെസ്. അപ്പൊ ഏതൊക്കെയാണെന്ന് മനസ്സിലായോ? പ്രീ ഹോസ്പിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലൈസ് ചെയ്യുന്നതിന് തൊട്ട് മുന്നുള്ള ചെലവുകൾ. കൺസൾട്ടേഷൻ വരും, ഡോക്ടേഴ്സിന്റെ പ്രിവെന്റീവ് സർജറീസ് വരും, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾ വരും, പ്രൈമറി പ്രൊസീജിയേഴ്സ്, പിന്നെ മെഡിക്കൽ ഇൻവെസ്റ്റിഗേഷൻസ്, മെഡിസിൻസ് എക്സെട്ര. ഓക്കെ, ദെൻ പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ നമുക്ക് ആർക്കായാലും വായിച്ചു നോക്കിയാൽ മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. പോസ്റ്റ് എന്താ? ആഫ്റ്റർ ഹോസ്പിറ്റലൈസേഷൻ, ദാറ്റ് മീൻസ് ആഫ്റ്റർ ദ ഡിസ്ചാർജ്. അത് കഴിഞ്ഞ് നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് അഡ്മിറ്റ് ഒക്കെ ചെയ്ത് രോഗമൊക്കെ മാറി കഴിഞ്ഞ് നമ്മളെ അവിടുന്ന് മാറ്റും, എന്താ പറയാ, ഡിസ്ചാർജ് ചെയ്യും. അപ്പോഴും there will be some expenses, അതായത് കുറച്ച് എക്സ്പെൻസുകൾ പിന്നെയും ഹെൽത്ത് കെയർ ഇൻഷുറൻസ് എന്ത് ചെയ്യേണ്ടി വരും, മീറ്റ് ചെയ്യേണ്ടി വരും. അതെന്ന് പറയുന്നത് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ കൺസൾട്ടേഷൻ, അതായത് ഡോക്ടറെ ഇതൊക്കെ കഴിഞ്ഞു, അഡ്മിഷൻ ഒക്കെ കഴിഞ്ഞ് പിന്നീട് വേറെ ഏതെങ്കിലും ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് പോകുന്നതിന് മുമ്പ്, ഡിസ്ചാർജ് ചെയ്ത് പോകുന്നതിന് മുമ്പോ അങ്ങനെയൊക്കെ കൺസൾട്ട് ചെയ്തോ, അല്ലെങ്കിൽ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അപ്പൊ ലാസ്റ്റ് കണ്ടപ്പോ ഉണ്ടാകുന്ന ചിലപ്പോ ഫീസ് മറ്റേ കാര്യങ്ങളാകാം. അപ്പോഴും ചിലപ്പോൾ ടെസ്റ്റുകളൊക്കെ നടത്തിയില്ലെങ്കിൽ അതിന്റെ മെഡിസിൻസിന്റെ തെറാപ്പി, ഡ്രഗ്സ് എക്സെട്ര, ഇതെല്ലാം പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ വരുന്നതാണ്. പ്രീ എന്താണ്, പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ ചെലവുകൾ എന്താണ്, ഒക്കെ സെപ്പറേറ്റ് ആണ് കേട്ടോ. വായിച്ചാൽ മനസ്സിലാക്കാലോ? ക്ലിയർ അല്ലേ? പറയണോ ഇനി വീണ്ടും ആ എക്സ്പെൻസുകൾ ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് ആംബുലൻസ് ചാർജസ് വരുന്നുണ്ട്. ചില പേഷ്യൻസിന്റെ ഒക്കെ ഹോസ്പിറ്റൽസിലേക്ക് ഇങ്ങനെ നടത്തിക്കൊണ്ടൊന്നും വരാൻ പറ്റില്ല. ക്രിട്ടിക്കൽ സ്റ്റേജിലൊക്കെ വരുന്ന പേഷ്യൻസ് വിൽ ബി ബ്രോട്ട് ഇൻ ടു ദ ഹോസ്പിറ്റൽ ബൈ ആംബുലൻസ്. തീർച്ചയായിട്ടും ആംബുലൻസിലായിരിക്കും അവരെ കൊണ്ടുവരിക. അപ്പൊ ഓൾ കോസ്റ്റ് ഇൻവോൾവ്ഡ് ഇൻ ഷിഫ്റ്റിംഗ് എ പേഴ്സൺ ഓർ പേഷ്യന്റ് ടു എ ഹോസ്പിറ്റൽ, തീർച്ചയായിട്ടും ആംബുലൻസിലായിരിക്കും. അത്തരം ആംബുലൻസ് ചാർജസ് ഓൾസോ വിൽ ബി പെയ്ഡ് ബൈ ദ ഇൻഷുറൻസ് കമ്പനി. ഒരു പേഷ്യന്റിനെ ഹോസ്പിറ്റലിലേക്ക് ആംബുലൻസിൽ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആംബുലൻസിന്റെ ചാർജസും ഇൻഷുറൻസ് കമ്പനി പ്രൊവൈഡ് ചെയ്യണം. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് വൺ, ഡേ കെയർ ട്രീറ്റ്മെന്റ്. ഡേ കെയർ എന്താ? അഡ്മിറ്റ് ചെയ്ത പേഷ്യൻസിനെ ഡേ കെയറിൽ കൊണ്ടുവന്നാക്കണം എന്നാണോ? അല്ല, ഒരു ദിവസത്തെ റുട്ടീൻ കെയറിൽ ഉണ്ടാകുന്ന പലതരത്തിലുള്ള ചെലവുകളുണ്ട്. ഇപ്പൊ സർജറിയും മറ്റു കാര്യങ്ങളും അല്ലാതെ അന്ന് ഓരോ ദിവസവും വരുന്ന മീറ്റ് ചെയ്യേണ്ട ഡേ ടു ഡേ ചെലവുകളാണ് ഉദ്ദേശിച്ചേക്കുന്നത് കേട്ടോ. ഡേ കെയർ അണ്ടർടേക്കൺ ആസ് എ പേഷ്യന്റ്, ഇൻപേഷ്യന്റ് ആയി കഴിയുമ്പോൾ തുടങ്ങി അവര് ഡിസ്ചാർജ് ചെയ്യുന്നത് വരെ ഓരോ ദിവസവും പലതരത്തിലുള്ള മരുന്ന് കൊണ്ടുവരിക, ആ മരുന്ന് മേടിക്കും, ഈ മരുന്ന് മേടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പറയുമല്ലോ. അപ്പോ അതെല്ലാം തന്നെ ഡേ കെയർ ഫെസിലിറ്റി ഫോർ ലെസ് ദാൻ 24 hours, അതായത് 24 മണിക്കൂറിന് താഴെ ഉള്ള ട്രീറ്റ്മെന്റുകൾക്ക്. ഇത് ചിലപ്പോൾ ഒരു ദിവസം മാത്രമേ കിടന്നിട്ടുള്ളൂ എന്തെങ്കിലും മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. അപ്പൊ ആ ഒരു ഡേ കെയറിൽ ഫുള്ള് നമ്മൾ കൊടുത്തിരുന്ന ട്രീറ്റ്മെന്റുകൾക്ക് ഉള്ള എക്സ്പെൻസസും എന്ത് ചെയ്യുന്നു, ഹോസ്പിറ്റലിൽ നമ്മുടെ ഇൻഷുറൻസ് കമ്പനി മീറ്റ് ചെയ്യും. ഡേ കെയർ ട്രീറ്റ്മെന്റ് ആണ്. ദെൻ ഡേ ടു ഡേ ഹോസ്പിറ്റൽ ക്യാഷ്, ചില ഹെൽത്ത് കവറേജ് കിട്ടുന്നത് വിൽ ബി പെയ്ഡ് എ ലംസം മന്ത്ലി എമൗണ്ട് ഡെയിലി. അതായത് ചില ഇൻഷുറൻസ് ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഹോസ്പിറ്റലിൽ ഓരോ ദിവസവും ഉണ്ടാകുന്ന ചെലവുകൾ അത് ക്യാഷ് ആയിട്ട് ഒരു ലംസം എമൗണ്ട് ആയിട്ട് കൊടുക്കുന്നു. ഇങ്ങനെ ഓരോന്നായിട്ട് കൊടുക്കാതെ ലംസം മീൻസ് എന്താ, ആസ് എ ഹോൾ എന്നാണ് അർത്ഥം കേട്ടോ. ഇപ്പൊ ഒരു 10,000 രൂപ ഒരു ദിവസത്തെ ചെലവ്, അപ്പൊ ആ ഒരു ദിവസത്തെ ചെലവ് 10,000 അങ്ങനെ തന്നെ എന്ത് ചെയ്യുന്നു, ഇൻഷുറൻസ് കമ്പനി മീറ്റ് ചെയ്യുന്നു. അതാണ് ലംസം. എന്താ പറയാ, ഡേ ടു ഡേ ഹോസ്പിറ്റൽ അത് ക്യാഷ് ആയിട്ടാണ് അപ്പൊ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നു. Then എന്താണ്, ഇൻകം ബെനിഫിറ്റ് ആണ്. ഇൻഷുറൻസ് പ്ലാൻസ് ഓൾസോ പ്രൊവൈഡ് എ ലംസം ടു യുവർ ഫാമിലി ഇൻ ദ ആബ്സെൻസ്. ഇപ്പൊ നമ്മളുടെ അഭാവത്തിൽ, അതായത് നമുക്ക് ആ ഒരാളാണ് ചിലപ്പോ ആ വീടിന്റെ
ഒരു ഏകാശ്രയം, വരുമാനാശ്രയം എന്ന് പറയാം. അപ്പൊ ആ ആൾക്ക് ഇല്ലാത്തത്, ആ ആള് വീട്ടിലില്ല അല്ലെങ്കിൽ വരുമാന മാർഗം അതോടൊപ്പം തന്നെ ഇല്ലാതായി എങ്കിൽ ആ ഒരു ചെലവുകൾ, അതായത് വീടിന്റെ ആ ഒരു വരുമാന മാർഗമായ അത്താണിയായ ആൾക്ക് വന്ന ഡിസീസസോ അല്ലെങ്കിൽ അതുകൊണ്ട് ആള് എന്ത് ചെയ്തു ഹോസ്പിറ്റലൈസ്ഡ് ആയി എങ്കിൽ ചില ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻസ് വിൽ പ്രൊവൈഡ് എ ലംസം എമൗണ്ട് ടു യുവർ ഫാമിലി ഓൾസോ. നമ്മുടെ ഫാമിലിക്ക് ആ ഒരു എമൗണ്ട് ലംസമായിട്ട്, ഇപ്പൊ ഇത്ര ദിവസം ആ ആൾക്ക് ജോലിക്ക് പോകാൻ പറ്റിയില്ല, ബിക്കോസ് ആൾക്ക് ഒരു ആക്സിഡന്റ് പറ്റി ഹോസ്പിറ്റലൈസ്ഡ് ആയി, 10 ദിവസം പോയില്ല. ആ 10 ദിവസത്തെ ആളുടെ വരുമാന മാർഗം 1000 രൂപ വെച്ചിട്ടോ അല്ലെങ്കിൽ എത്ര രൂപയാണോ ഡെയിലി ആളുടെ ഒരു എമൗണ്ട് എത്രയാണെന്ന് കൺസിഡർ ചെയ്ത് ആ ദിവസം അത്രയും ദിവസം പോകാതിരുന്നത് കൊണ്ട് ആ വീടിന് ആ അത്രയും ദിവസത്തെ എന്താ പറയാ അവര് എങ്ങനെ കഴിയും? നമ്മള് വലിയ വലിയ ജോലിക്കാരെ മാത്രം നോക്കരുത്, ഡെയിലി വേജസിന് ജോലി ചെയ്യുന്ന ഒത്തിരി ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അപ്പൊ ആ ആള് മാത്രമാണ് അവിടുത്തെ വീട്ടിന്റെ ഏക ആശ്രയമായിരുന്നത്. വരുമാന മാർഗത്തെ ആശ്രയിക്കുന്നത് ഈ ആളിലായിരുന്നു. ആളില് ഡിപ്പെൻഡ് ചെയ്ത് കുറെ അംഗങ്ങള് ആ വീട്ടിലുണ്ട്. പിന്നെ ആളില്ലാത്തത് കൊണ്ട് ബാക്കി ആരും തന്നെ ജോലി ഒന്നും ഇല്ലാത്തവരാണ് എങ്കിൽ ആളാണ് ഈ ഹോസ്പിറ്റലായിരുന്നു. അപ്പൊ ഹോസ്പിറ്റലിന്റെ ചെലവ് മാത്രമല്ലാന്ന് ഈ വീടിന്റെ അത്രയും ദിവസത്തെ ചെലവുകൾ ഒരു ലംസം എമൗണ്ട് ആയിട്ട് കൊടുക്കുന്നുണ്ട്. അതാണ് പറയുന്നത് ഇൻകം ബെനഫിറ്റ്. ക്ലിയർ ആയോ? ഏതൊക്കെ എക്സ്പെൻസുകളാ സാധാരണ ഇൻഷുറൻസ് കമ്പനി ഹെൽത്ത് ഇൻഷുറൻസിന് പ്രൊവൈഡ് ചെയ്യുന്നത്? Inpatient hospitalization, pre-hospitalization, post-hospitalization, ambulance charges, daycare treatments, day-to-day hospital cash, and also income benefits. Here I am. That's right. Yes. Then, ഇനി എന്താണ് അടുത്തത്? അപ്പൊ അടുത്ത ഭാഗത്തും ഇതുപോലെ നിങ്ങളപ്പോ ഓരോന്നും ഇങ്ങനെ വായിച്ചു നോക്കിയിട്ട് അതിനകത്ത് മെയിൻ ആയിട്ട് ഏതൊക്കെയാ വരിക, എന്ത് ചെലവുകളാണ് അത് പറയുന്നത്. പ്രീ ഇൻപേഷ്യന്റും പ്രീയും പോസ്റ്റും അതിനകത്ത് വ്യത്യസ്തമായിട്ടുള്ള ചില ചെലവുകളുടെ പേരുകൾ പറയുന്നുണ്ട്. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കാം കേട്ടാ. ഇൻപേഷ്യന്റിന് പ്രൊവൈഡ് ചെയ്യുന്ന പോയിന്റ് ഇട്ട് കുത്തിട്ട് കൊടുത്തിട്ടുണ്ട്. പ്രീ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസിനും പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസിനും കുറച്ച് പോയിന്റുകൾ ആ ലാസ്റ്റ് സെന്റൻസുകളിൽ ഓരോന്നിങ്ങനെ പറയുന്നുണ്ട്. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്ക്. ഓക്കെ. ഇനി അടുത്തത് IRDAI, ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ. IRDAIയുടെ ഫുൾ ഫോം ഇമ്പോർട്ടന്റ് ആണ്, ഒന്ന് മാർക്ക് ചെയ്തത് ഇപ്പൊ തന്നെ. ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, അതായത് ഇൻഷുറൻസ് പോളിസി എടുക്കുന്ന സമയത്ത് ചില കാര്യങ്ങളൊക്കെ എക്സ്ക്ലൂഡഡ് ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അതായത് ഇൻഷുറൻസ് പോളിസി അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോളിസി എടുക്കാൻ നമുക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ചില കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്, ചില എക്സ്ക്ലൂഷൻസ്. അതായത് ഹാസ് എ ലിസ്റ്റ് ഓഫ് ഡിസീസസ് ഓർ മെഡിക്കൽസ് ദാറ്റ് ആർ നോട്ട് കവേർഡ് അണ്ടർ ഹെൽത്ത് ഇൻഷുറൻസ്. ഹെൽത്ത് ഇൻഷുറൻസിൽ കവർ ചെയ്യാത്ത ചില രോഗങ്ങൾ അല്ലെങ്കിൽ ചില ട്രീറ്റ്മെന്റുകൾ അതെന്തൊക്കെയാണെന്ന് ഇവിടെ പറയുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് വായിച്ചു നോക്കി നിങ്ങൾ. ഒന്ന്, കോസ്മെറ്റിക് സർജറി. കോസ്മെറ്റിക് സർജറി എന്ന് പറഞ്ഞാൽ അറിയാലോ എന്തായിരിക്കും കോസ്മെറ്റിക് സർജറി? നമ്മൾ പഠിച്ചിട്ടില്ലേ? കോസ്മെറ്റിക് സർജറി നമ്മൾ പഠിച്ച എവിടെയെങ്കിലും പഠിച്ചതായിട്ട് വല്ല ഓർമ്മയുണ്ടാ? ചില കാര്യങ്ങൾ നിങ്ങളോട് ചോദിക്കണമെങ്കിൽ ഇത് അങ്ങോട്ട് തന്നെ ചെയ്യേണ്ടി വരും. മിണ്ടാതിരിക്കുക എല്ലാവരും. എവിടെ കേട്ടേക്കണേ? യെസ്, പ്ലാസ്റ്റിക് സർജറിയില്. അതെവിടെയാ പ്ലാസ്റ്റിക് സർജറി? നമ്മൾ എവിടെ കേട്ടു? ഞാൻ പറ, പ്ലാസ്റ്റിക് സർജറി എവിടെ കേട്ടു? പഠിച്ചത് പറ. ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ്. വെരി ഗുഡ്. അതായത് നമ്മൾ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സിൽ നമ്മൾ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റുകളിലൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്ട്രാ ഡിപ്പാർട്ട്മെന്റുകളൊക്കെ പരിചയപ്പെട്ടു. അതിനകത്ത് ഉള്ളതായിരുന്നു പ്ലാസ്റ്റിക് സർജറി എന്ന് പറയുന്നത് അല്ലെ. അതിനകത്ത് എന്താ പറയാ കേട്ട ഒരു പ്ലാസ്റ്റിക് സർജറിയും അതുപോലെ തന്നെ നമ്മൾ കേട്ട മറ്റൊരു കാര്യമാണ് കോസ്മെറ്റിക് സർജറി. നമ്മൾ ടു എൻഹാൻസ് ദ ബ്യൂട്ടി അല്ലെ, നമ്മുടെയൊക്കെ സൗന്ദര്യം വർദ്ധിപ്പിക്കാനും ഒക്കെ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു സർജറിയാണ്. തീർച്ചയായിട്ടും അത്തരം ഡിസീസസ് നമ്മുടെ ഇൻഷുറൻസ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നതല്ല. കാരണം നമുക്കറിയാം ഇൻഷുറൻസ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അതായത് നമ്മളുടെ പല നഷ്ടങ്ങളെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. കോസ്മെറ്റിക് സർജറി ഒരു ആർഭാടമായി പോകും ഇല്ലേ? അത് നഷ്ടമല്ലല്ലോ, അത് ലക്ഷറി ആയി പോകില്ലേ? കാരണം നമ്മളുടെ ഉള്ള സൗന്ദര്യത്തെ വർദ്ധിപ്പിക്കാനല്ലേ നമ്മൾ നോക്കുന്നത്. നമുക്ക് ഓൾറെഡി നമ്മൾ ബൈ ബർത്ത് കൊണ്ട് നമുക്ക് ഒരു ആരോഗ്യവും നമുക്ക് എല്ലാ തരത്തിലുള്ള എന്താ പറയാ അവയവങ്ങളും ഒക്കെ ആയിട്ടാണ് നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്നത്. അങ്ങനെ ഏതെങ്കിലും പോരായ്മകൾ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളവർക്ക് ആണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ചെയ്യാൻ പറ്റും അല്ലെ. അതേ സമയം ഇങ്ങനെ കോസ്മെറ്റിക് ആയിട്ടുള്ള നമ്മുടെ ബ്യൂട്ടിയെ നമ്മൾ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്ന സർജറീസ് ഒക്കെ ഈ പറയുന്ന ഇൻഷുറൻസിന് പ്രൊവൈഡ് ചെയ്യുന്നതല്ല. അതിനുള്ള ഇൻഷുറൻസ് ഒന്നും ഇല്ലാന്ന്. IVF, ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ്, അതുപോലെ തന്നെ എന്താ
in vitro fertilization. In vitro fertilization means അത് കേട്ടിട്ടുണ്ടല്ലോ എവിടെയോ, കൃത്രിമ ഗർഭധാരണം അല്ലെ? അതും ഇതിൽ നിന്നും എക്സംപ്റ്റഡ് ആണ്. ദാറ്റ് മീൻസ് ഇതിൽ എക്സ്ക്ലൂഡ് ചെയ്തിരിക്കുകയാണ്. അത്തരം ഡിസീസസിന് അല്ലെങ്കിൽ അതൊരു മെഡിക്കൽ കേസ് ആണ്, പക്ഷെ എങ്കിലും അതിനൊന്നും എന്തില്ല, ഇൻഷുറൻസ് കവറേജ് ഇല്ല. പ്രഗ്നൻസി ആൻഡ് അബോർഷൻ അതിനും ഇല്ല. പ്രഗ്നൻസി എന്ന് പറയുന്നതൊന്നും അൺഎക്സ്പെക്ടഡ് അല്ല, നമുക്കറിയാലോ അല്ലെ? പിന്നെ അതുപോലെ തന്നെ അബോർഷൻ അത് നമ്മൾ തന്നെ വരുത്തുന്നതും ഒക്കെയാണ്. അതുകൊണ്ട് അങ്ങനത്തേനൊന്നും ഹെൽത്ത് കെയർ ഇൻഷുറൻസ് ഇല്ല. മിസ്സലേനിയസ് ചാർജസ്, മറ്റു പലതരത്തിലുള്ള ചെലവുകൾ. ആ മറ്റു പലതരത്തിലുള്ള ചാർജുകളുടെ ഉണ്ടോ ആ ഒരു അരമാർക്ക് തൊട്ടടി വന്നേക്കണേ. ആ മിസ്സലേനിയസ് ചാർജസിന്റെ എക്സ്പ്ലനേഷൻ ആണ് അടിയിൽ വന്നേക്കണേ. അതർ ചാർജസ് ലൈക്ക് registration charges, admission fees, service charges connected with the medical treatment are not covered under certain health insurance plans. ചില health insurance plans ല് ചില miscellaneous charges, അതായത് registration fees, admission fees, service charge ഒന്നും കവർ ചെയ്യാന്ന്, മെഡിക്കൽ ട്രീറ്റ്മെന്റിനകത്ത് ഉൾപ്പെടുത്തില്ലാന്ന്. ആ മിസ്സലേനിയസ് ചാർജസിന്റെ എക്സ്പ്ലനേഷൻ ആണ് താഴെ കിടക്കുന്നത്, അല്ലാതെ അടുത്ത പോയിന്റ് അല്ലാന്നത്. ക്ലിയർ ആയോ? ആ പോയിന്റിന്റെ അവിടെ കിടക്കുന്ന ആരോ മാർക്ക് അത് വെട്ടിക്കളഞ്ഞാൽ മതി. മിസ്സലേനിയസിന്റെ എക്സ്പ്ലനേഷൻ ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ, പറഞ്ഞിട്ട് അടുത്തത് ആ മിസ്സലേനിയസ് എന്ന് പറയുമ്പോൾ മറ്റു ചാർജ്, രജിസ്ട്രേഷൻ ഫീസും അഡ്മിഷൻ ഫീസും സർവീസ് ചാർജസും ഒന്നും ഇതിനകത്ത് നമ്മുടെ IRDAI പ്രകാരം, ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ ആ ഒരു ഇൻഷുറൻസ് ആക്ട് പ്രകാരം എന്ത് കൊടുക്കില്ല, ഇൻഷുറൻസ് കവറേജ് കൊടുക്കില്ല. ഹെൽത്ത് സപ്ലിമെന്റുകൾ അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് തൊട്ട് താഴെയുള്ളത് കേട്ടോ. അതിന്റെ ആരോ മാർക്കും വെട്ടിക്കളഞ്ഞേക്ക്. ഇൻ ഇന്ത്യ ഹെൽത്ത് സപ്ലിമെന്റ്, അതായത് പ്രോട്ടീൻ പൗഡറുകൾ, അങ്ങനെയൊക്കെ ഷെയ്ക്കുകൾ ഒക്കെ ഉണ്ടല്ലോ നമ്മുടെ ഹെൽത്ത് ശരീരത്തെ പുഷ്ടിപ്പെടുത്താനും മറ്റൊക്കെ ഉള്ളത് അല്ലെ, അതൊന്നും പെടില്ല, അതിനൊന്നും കവറേജ് ഇല്ല. ഹെൽത്ത് സപ്ലിമെന്റുകൾ, ഷെയ്ക്കുകൾ, പ്രോട്ടീൻസും മറ്റു കാര്യങ്ങളൊന്നും, അതായത് പ്രോട്ടീൻ കൊടുക്കുന്ന ഷെയ്ക്സ് ഒന്നും അത്തരം എക്സ്പെൻസ് വിൽ നോട്ട് ബി കവേർഡ് അണ്ടർ ഹെൽത്ത് ഇൻഷുറൻസ്. ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ മതി. അത് കുറച്ചെണ്ണത്തിന്റെ ഒക്കെ പേരുകൾ മാത്രം ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ, പേരുകൾ മാത്രം. ഹെൽത്ത് സപ്ലിമെന്റ്, പിന്നെ എന്താ പ്രഗ്നൻസി ആൻഡ് അബോർഷൻ, IVF ആൻഡ് ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ്, കോസ്മെറ്റിക് സർജറി, അതൊന്നും നമുക്ക് ഇൻഷുറൻസ് കമ്പനികൾ കവർ ചെയ്ത് കൊടുക്കുന്ന എക്സ്പെൻസസ് അല്ല എന്നറിഞ്ഞിരിക്കുക. പ്രീ എക്സിസ്റ്റിംഗ് ഹെൽത്ത് കണ്ടീഷൻ ഞാൻ നേരത്തെ ഉദാഹരണം പറഞ്ഞു, എടുക്കുന്ന പോളിസി എടുക്കുന്ന സമയത്ത് നമുക്ക് മുന്നേ നേരത്തെ ഏതെങ്കിലും ഒരു രോഗമുണ്ട്, അപ്പൊ അത്തരം രോഗം ആ റിലേറ്റഡ് ആയിട്ടുള്ള ചെലവുകൾ വരില്ല. ഞാനൊരു ഏതെങ്കിലും ഒരു രോഗത്തിന് ഇതാണ്, പക്ഷെ ഈ രോഗം ഓൾറെഡി ഞാൻ പോളിസി എടുക്കാൻ നോക്കുന്ന സമയത്ത് ഇന്ന് ചില ഇൻഷുറൻസ് പോളിസിക്കാരൊക്കെ എന്ത് ചെയ്യുന്നറിയോ, നമ്മുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൂടിയൊക്കെ ചോദിക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് നമ്മൾ ഹെൽത്തി ആണ്, ഓക്കെ ആണ് അറ്റ് പ്രസന്റ് ഇപ്പൊ വരെ. നെക്സ്റ്റ് ടൈമിൽ എന്ത് വരും എന്ന് അറിയാൻ പറ്റില്ല. പോളിസി എടുക്കുന്ന സമയത്ത് നമ്മൾ ഹെൽത്ത് വൈസ് ഓക്കെ ആണ് എന്ന് കൺഫേം ചെയ്തിട്ട് അവർ പോളിസി നമ്മളുടെ പേര് തരുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ ഏജും മറ്റു കാര്യങ്ങളൊക്കെ അവർ കൺസിഡർ ചെയ്തിട്ടേ നോക്കുള്ളൂ. അല്ലെങ്കിൽ ഏജ് ഒരു ഇതൊക്കെ കഴിഞ്ഞവരാണെങ്കിൽ തീർച്ചയായിട്ടും അത്തരം മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. ബിക്കോസ് അറ്റ് ദ ടൈം ഓഫ് ടേക്കിംഗ് ദ പോളിസി ദർ ഈസ് നോ സച്ച് ഡിസീസസ്, അത്തരം ചില രോഗങ്ങൾ ഇല്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് അങ്ങനെ വാങ്ങിക്കുന്നത്. അപ്പൊ നമുക്ക് നേരത്തെ കൂട്ടി അങ്ങനെ ഒരു രോഗമുണ്ട്, അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വേറെ ഏതെങ്കിലും കാര്യത്തിന് പോളിസി എടുക്കുന്നതെങ്കിൽ ആ നിലവിലുള്ള രോഗത്തിന് മെഡിക്കൽ ഇൻഷുറൻസ് കമ്പനി എന്തരില്ല, മെഡിക്ലെയിം തരില്ല. ആ രോഗവുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയാലോ മറ്റു കാര്യങ്ങൾക്കൊന്നും കിട്ടില്ല എന്ന്. ക്ലിയർ ആയോ ഞാൻ പറഞ്ഞത്? പറയുന്നത് കറക്റ്റ് ആയിട്ട് അങ്ങനെ എത്തണോ? മനസ്സിലായില്ലേ? ഇപ്പൊ ഉള്ള രോഗത്തിന് ഇപ്പൊ നിലവിലൊരു രോഗമുണ്ട്, നാളെ ഞാനൊരു പോളിസി എടുക്കാൻ പോകണം. ഇപ്പൊ വരെ എനിക്ക് എന്തെങ്കിലും ഒരു രോഗം ഉണ്ടെന്ന് വിചാരിക്കേ, ഞാൻ ആ പോളിസി എടുക്കുന്ന സമയത്ത് എനിക്കൊരു മെഡിക്ലെയിം വേണം. അപ്പൊ ഇപ്പൊ എനിക്ക് എന്തെങ്കിലും രോഗമുണ്ടോ, എന്തെങ്കിലും മരുന്ന് കഴിക്കുന്നുണ്ടോ എന്ന് അത് നമ്മളോട് ചോദിക്കും. നമ്മളത് കൃത്യമായി പറയാം, കാരണം അത് അവർക്ക് നമുക്കൊക്കെ ഇപ്പൊ പെട്ടെന്നൊക്കെ ചില രോഗമൊന്നും അങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് വരുന്നതല്ല, ഇങ്ങനെ പതുക്കെ വരുന്നതാണ് ചില ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഇൽനെസ്സുകളൊക്കെ. അപ്പൊ അതുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറയാം. അങ്ങനെയാണെങ്കിൽ ഇത്തരം രോഗങ്ങളുടെ ചെലവുകൾ മീറ്റ് ചെയ്യുന്നതല്ല എന്നാണ് പറഞ്ഞത്. ഓക്കെ, അവിടെ പറഞ്ഞിട്ടുണ്ട് ഡിസീസസ് വിച്ച് ആർ എക്സിസ്റ്റിംഗ് earlier are not covered under health insurance right away. Some plans do not provide a cover for high blood pressure, diabetes, BP ഉള്ളവർക്ക്, അതുപോലെ ഡയബറ്റീസ് ഉള്ളവർക്ക്. അത്തരം സമയത്ത് അതൊക്കെ ഉണ്ടെങ്കിൽ പോളിസി എടുക്കുന്ന സമയത്ത് എങ്ങനെ ഉണ്ടെങ്കിൽ അത്തരം റിലേറ്റഡ് ഷുഗർ ഭയങ്കരമായിട്ട് കൂടിയിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയി തരില്ല ക്ലെയിം. കാരണം അത് ഓൾറെഡി നമ്മൾ പോളിസി എടുക്കുന്ന സമയത്ത് അത് നമ്മളിൽ എക്സിസ്റ്റഡ് ആയിരുന്നു. അതുകൊണ്ടാണ് the insurer will provide a duration after which the claim for the pre-existing health condition can be made. അങ്ങനെയുള്ള രോഗങ്ങൾക്ക് രോഗമുണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പുവരുത്താനായിട്ട് ഒരു ചെറിയ സമയം കൊടുക്കും, ഒരു വെയിറ്റിംഗ് പീരീഡ്. അതിനെയാണ് വെയിറ്റിംഗ് പീരീഡ് എന്ന് വിളിക്കുക.
ഇത്ര ഡ്യൂറേഷനിൽ 30 ദിവസം 90 ദിവസം ഒക്കെയാണ് ഇവർ പറയുന്നത്. അത് ഞാൻ നോക്കി കണ്ടുപിടിച്ചതാണ്. അങ്ങനെ ഒരു ഡ്യൂറേഷൻ കൊടുക്കും. വിതിൻ ആ ഒരു സമയത്തിനുള്ളിൽ ഇഫ് അങ്ങനെ ഒരു എന്തെങ്കിലും രോഗവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു പ്രൂഫ് ഈ ആളിൽ ഇല്ല എങ്കിൽ കുഴപ്പമില്ല. ഉണ്ടെങ്കിൽ ആ ഒരു പീരീഡിനുള്ളിൽ അത്തരം എന്തെങ്കിലും രോഗത്തിന്റെ ഹോസ്പിറ്റലൈസ്ഡ് ആയി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് കൊടുക്കില്ല എന്നാണ് പറയുന്നത്. അപ്പൊ വെയിറ്റിംഗ് പീരീഡിൽ അവർ നോക്കും ഈ പറയുന്ന രോഗം ഉണ്ടോ ആൾക്ക്. അതിനൊരു ഡ്യൂറേഷൻ പറയുന്നുണ്ടത്. ദാറ്റ് ഈസ് 12 to 48 months എന്നൊക്കെയാണ് പറഞ്ഞേക്കണേ. ഓക്കെ, 12 to 48 മാസം വരെ ക്യാൻ ബി ട്രീറ്റഡ് ആസ് വെയിറ്റിംഗ് പീരീഡ്. അങ്ങനെയാണ്. വെയിറ്റിംഗ് പീരീഡ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഇൻഷുറർ ആൻഡ് ക്യാൻ ബി ബിറ്റ്വീൻ 12 to 48 months. അത് ഇൻഷുററിനെ ഡിപ്പെൻഡ് ചെയ്ത കാര്യമാണ്. പക്ഷെ അത് ഏകദേശം 12 to 48 മാസമാണെന്നാ പറയുന്നത്. പിന്നെന്തിനാ കിട്ടാത്ത മെഡിക്ലെയിം? സെൽഫ് ഹാം. അത് മറ്റൊരു കാര്യമാണ്. സെൽഫ് ഹാം എന്താ? ഹാമിങ് അവർ ഓൺ ലൈഫ് അല്ലെ. നമ്മുടെ തന്നെ ജീവന് ഹാം ചെയ്യുന്നതെയാണ്, ഉപദ്രവിക്കുന്നതിനെയാണ് സെൽഫ് ഹാം എന്ന് വിളിക്കാം. സൂയിസൈഡ് അറ്റംപ്റ്റ് ഒക്കെ പോലെയുള്ളത്. അതിനൊക്കെ എന്നിട്ട് സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തി ഹോസ്പിറ്റലൈസ്ഡ് ആയി ആളെ രക്ഷിച്ചു, ഇൻഷുറൻസ് കമ്പനിയോട് ക്ലെയിം ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടിയതല്ലേ അല്ലെ. ഹെൽത്ത് ഇൻഷുറൻസ് ഡസ് നോട്ട് കവർ എനി ഇഞ്ചുറീസ് ഓർ മെഡിക്കൽ ഇഷ്യൂസ് റൈസിംഗ് ഫ്രം എ പേഴ്സൺ ദാറ്റ് കോസസ് ദംസെൽവ്സ് ഹാം. സ്വന്തമായിട്ട് നമ്മുടെ ശരീരത്തെ തന്നെ നമ്മൾ എന്താ പറയുക പോളിസി എടുത്ത് ഒരു മാസം കഴിഞ്ഞിട്ട് പോയിട്ട് എന്ത് ചെയ്തു, ആത്മഹത്യാ ശ്രമം നടത്തി അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നു. മെഡിക്ലെയിം ഇൻഷുറൻസ് അവർ തന്നോളൂല്ലോ. ആ ക്ലെയിം കിട്ടാൻ വേണ്ടി ചെയ്തിട്ടില്ല. കാരണം എന്തായാലും ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ബെനിഫിറ്റ് നമ്മുടെ ഫാമിലിക്കും ഉണ്ട്. പക്ഷെ അത് മറ്റേതെങ്കിലും രൂപത്തിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന്റെ ക്ലെയിം കിട്ടില്ല. 10 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് എടുത്തിട്ട് ഒരു മാസം കഴിഞ്ഞ് നമ്മൾ ഇതുപോലെ എന്തെങ്കിലും ചെയ്തു, 10 ലക്ഷം ഒരു പ്രാവശ്യം 2 പ്രാവശ്യമൊക്കെ നമ്മൾ പ്രീമിയം അടച്ചിട്ടുള്ളൂ. അത് കിട്ടാൻ വേണ്ടിയിട്ട് ഓടിപ്പോയി ചെയ്താലോ? അത് പറ്റില്ല. അതുകൊണ്ട് അങ്ങനെ ചെയ്യാലോ. എന്തായാലും എനിക്കല്ല, എന്റെ വീട്ടുകാർക്ക് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യാലോ ആളുകൾക്ക്. അങ്ങനെ പാടില്ല എന്നാണ്. അങ്ങനെ കിട്ടില്ല ഇൻഷുറൻസ് എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ ദീസ് ആർ ദ expenses which are not included in health insurance. മെഡിക്ലെയിമിനകത്ത് ഇൻഷുറൻസിൽ എന്താ പറയാ ഉൾപ്പെടുത്താത്ത ചില ചെലവുകളൊക്കെയാണ്. ആ ചെലവുകളുടെ പേരുകളൊന്നും ഓർത്തിരിക്കുക. കോസ്മെറ്റിക് സർജറീസ്, IVF ആൻഡ് ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ്, പ്രഗ്നൻസി ആൻഡ് അബോർഷൻ, മിസ്സലേനിയസ് ചാർജസ്, ഹെൽത്ത് സപ്ലിമെന്റ്സ്, പിന്നെന്താ പ്രീ എക്സിസ്റ്റിംഗ് ഹെൽത്ത് കണ്ടീഷൻ, സെൽഫ് ഹാം. അത്രയും പോയിന്റ് ഉള്ളൂ. മറ്റേത് 2 ഇടയിൽ കയറിയേക്കുന്നത് അത് എന്റെ ആരോ മാർക്ക് വെട്ടി നമ്മൾ ഒരു പോയിന്റിന്റെ എക്സ്പ്ലനേഷൻ ആണ് കേട്ടോ. ആ പേരുകളൊന്നും ഓർത്തിരിക്കുക. IRDAI പ്രകാരം ഡിസീസ് ഓർ മെഡിസിൻസ് മെഡിക്കൽസ് വിച്ച് ആർ നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ഹെൽത്ത് ഇൻഷുറൻസ്. ഹെൽത്ത് ഇൻഷുറൻസിൽ പെടാത്തത് ക്ലിയർ ആയ? ഓക്കെ, മതിയില്ലേ? വളരെ വ്യക്തമായിട്ട് നമ്മളെല്ലാം പറഞ്ഞല്ലോ അല്ലെ. 3 പേജാണ് നമ്മൾ എടുത്തത്. 3 പേജ് കംപ്ലീറ്റ് എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇനി 2-3 പ്രാവശ്യം ഒന്ന് വായിച്ചു നോക്കിക്കോ. 3 പ്രാവശ്യം ഒന്നും വായിക്കേണ്ട ആവശ്യമില്ല. ഇത് ഒരൊറ്റ പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്നതാണ്. അപ്പൊ ഇത്ര മതി അല്ലെ. ഒരു നിശ്ചയുള്ളൂ. പിന്നെ നമ്മൾ ഇനി അടുത്ത ഭാഗത്തൊന്ന് പോയാലും അത് പിന്നെ ഞാൻ പറഞ്ഞു തുടങ്ങിയാൽ എനിക്ക് സമയം കൂടുതൽ എടുക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ നന്നായിട്ട് വായിച്ചു നോക്കാം കേട്ടാ. ക്വസ്റ്റ്യൻസ് മോക്ക് ടെസ്റ്റ് ഒക്കെ ആൻസർ ചെയ്യാം. ഓക്കെ, ബൈ. Thank you. Thank you, Miss. Thank you, ma'am. Thank you, ma'am. Okay, thank you.